ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴം രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. നമ്മുടെ മേടരാശിക്കാരുടെ ഫലമാണ് കേട്ടോ. മേടരാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാലം അല്ലെ. അപ്പൊ അശ്വതി അല്ലെങ്കിൽ ഭരണി, കാർത്തിക കാലം ഈ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ ഒരു വ്യാഴം മാറ്റവും ശനി മാറ്റവും രാഹു കേതു ഛായാഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ അനുബന്ധിച്ച് പിന്നെ മറ്റു ഗ്രഹങ്ങൾ ബുധന്, ശുക്രന്, കുജന് എല്ലാ ഗ്രഹങ്ങളുടെയും കൂടി മാറ്റത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ 4 ഗ്രഹങ്ങളാണ്. ശനിയും വ്യാഴവും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും കേട്ടോ. അപ്പം ഈ ഒരു രാശി മാറ്റത്തിൽ നിങ്ങൾ സെപ്പറേറ്റ് ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തതൊന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിയേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്ന 12 നിൽക്കുന്ന സമയമാണ്. ഓക്കെ. രാഹു എന്ന് പറയുന്ന 11 കേതു എന്ന് പറയുന്ന 5 നിൽക്കുന്ന സമയമാണ്. വ്യാഴം എന്ന് പറയുന്ന 3 നിൽക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശനി നമുക്കറിയാം മാർച്ച് 29 രാശി മാറിയിട്ടുണ്ടായിരുന്നു, കുംഭരാശിയിൽ നിന്ന് മീന രാശിയിലേക്ക്. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്, ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്. അതുപോലെ തന്നെ മെയ് 18 രാഹു കേതുക്കൾ രാശി മാറുന്നു, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുക എന്ന് പറയുന്നത് 1 വർഷക്കാലമാണ്. ഓക്കെ. ഈ 1 വർഷക്കാലത്തില് നമുക്ക് എന്നുവെച്ചാൽ ശനി നമുക്ക് 29 മാറിയാലും നമുക്ക് വ്യാഴവും രാഹുവും കേതുക്കളും മാറുന്നത് മെയ് ആണ്. സോ മെയ് 18 തൊട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മെയ് 14. ഓക്കെ. മെയ് 18 തൊട്ട് അപ്പൊ രാഹു കേതുക്കൾ മാറിയിട്ടുണ്ട്. സോ അന്ന് മുതൽ അടുത്ത വർഷം ഈ ഒരു മെയ് മാസം വരെ നമുക്ക് നോക്കാം 2026. ഈ ഒരു 1 വർഷത്തെ കാലാവധിയിലെ ഫലങ്ങളായിരിക്കും നമ്മൾ നോക്കുക എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ഏജ് കാറ്റഗറി വെച്ചാൽ ഒരു 20, 30, 40, 50, 60 ഈ ഒരു കാറ്റഗറിയാണ്. അപ്പൊ 20 എന്ന് പറയുമ്പോൾ 20s മാത്രം, 20 വയസ്സുള്ളവർ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ളവരോ 20 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 24 വരെ ഉള്ളവരെ നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ. ഇപ്പൊ 30 കാൽക്കുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് 25 മുതൽ 35 വരെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 40s എന്ന് പറയുമ്പോൾ നമുക്കൊരു 35 to 45 വരെ നമുക്ക് എടുക്കാം. 50s എന്ന് പറയുമ്പോൾ 45 അല്ലെങ്കിൽ 46 to 55 വരെ എടുക്കാം. 60s എന്ന് പറയുമ്പോൾ ഒരു 55 പ്ലസ് മുകളിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ. 55 പ്ലസ് എത്രയായാലും സീനിയേഴ്സിനെ ഓക്കെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് വരും എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു 24 വയസ്സ് വരെ ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 23, 24 വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇരിക്കല. സോ ആ ഒരു ചിന്താഗതി തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പഠന സംബന്ധമായിട്ട് ഉപരിപഠനത്തിന് നോക്കുന്നവർക്ക് ഒരു സഹായങ്ങൾ കിട്ടുക, ഒരു സപ്പോർട്ട് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. ഇപ്പൊ തൊഴിൽ ചെയ്യുന്നവരായാലും ഈ ഏജിലായാലും തൊഴിൽ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ. തൊഴിൽ ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നവരായാലും നമുക്കിപ്പോൾ തന്നേക്കുന്ന ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മൾ വർക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ. ഞാൻ റിസൾട്ട് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് എങ്കിലും അതിൽ നിന്ന് കിട്ടും. ഓക്കെ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് വന്നാലും നമുക്കൊരു ചെറിയ വീഴ്ച പറ്റിയെങ്കിൽ പോലും ആ വീഴ്ചയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ.
തെറ്റുകളിൽ നിന്ന് ശരി പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് എന്താണ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരു എക്സ്പീരിയൻസ് കിട്ടും. സോ ഈ നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കാം, നമ്മൾ അപ്സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഓക്കെ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 25ന്റെ മുകളിലോട്ടും 35ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വരിക എന്ന് പറയുന്നത് രണ്ടാം റൗണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയായിരിക്കും ശനി വരിക എന്ന് പറയാം. നമുക്ക് ശനി മാറ്റത്തിന്റെ വീഡിയോ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അലച്ചിലൊക്കെ ഉണ്ടാകും. ഇപ്പൊ തൊഴിൽ സംബന്ധമായി നോക്കിയാൽ നമുക്ക് തൊഴിൽ മാറേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ തൊഴിൽ പരമായിട്ട് നമുക്ക് സ്ഥലം മാറേണ്ട അവസ്ഥ, അല്ലെ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ജോബ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരിക, നമ്മുടെ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു അലച്ചില്, നമ്മളൊരു കാര്യത്തിന് നീങ്ങുമ്പോഴായാലും ഒന്ന് നടക്കുന്നിടത്ത് 10 തവണ നടക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ നമുക്കൊരു ഇരട്ടിപ്പണി എന്ന് പറയില്ലേ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നടക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാൻ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. അതുപോലെ നമുക്കൊരു ഡൾനെസ്, നമ്മുടെ ആ ഊർജം, ഒരു ഉന്മേഷമൊക്കെ കുറവുള്ള ഫീലിങ് ഒക്കെ വരാനുള്ള ചാൻസ് പല സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പല സമയത്തും നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും അവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു വരുമാനം വേണം, നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ജോലി ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമുക്ക് ആ സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജോലി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തൊഴിലും ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്, നമുക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്, കൃത്യമായിട്ടൊരു ഉപകാരത്തിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ അതിലൊരു ദർശനത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിനായാലും ഒരു സ്വസ്ഥതയില്ലാതെ എപ്പോഴും ഒരു അസ്വസ്ഥമായിട്ട് ഒന്ന് എന്താണ് ഫുൾ സ്ട്രെസ് ആയിട്ട് ഒരു മനസ്സൊരു ഇങ്ങനെ പെടപെടപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ടൈം ആയിരിക്കും എന്ന് പറയുന്നത്. വിവാഹ ജീവിതത്തിനൊക്കെ നോക്കുന്നവരെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഉത്തമമായിരിക്കും കേട്ടോ. അത് നിങ്ങളായാലും നിങ്ങളുടെ പങ്കാളിയായാലും അപ്പം ആര് ദേഷ്യപ്പെട്ടാലുമാണ്. സോ ഒരാൾ വിട്ടുകൊടുത്താലാണ് എന്താണ് അവിടെ ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളിലായാലും എന്താണ് വിശ്വാസക്കുറവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത, നിങ്ങൾ ആ ഒരു പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസ കുറവുകൾ, ഏറ്റക്കുറച്ചുകൾ ഉണ്ടൊക്കെ ഉണ്ടാവാൻ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുറെ ചിന്താ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ 35 വയസ്സ് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 35 വയസ്സ് മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. പ്രൊമോഷനൊക്കെ നോക്കുന്നവർക്കൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ടൈം ആയിരിക്കും. ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാം, നന്നാക്കുക. ഓരോ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ വീണ്ടും ആ എക്സ്പീരിയൻസിന് കാരണം നിങ്ങൾ തിരിക്കല്ല. ഒന്ന് എക്സ്പീരിയൻസ് കിട്ടി, പിന്നെ നിങ്ങൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഒരു തെറ്റ് പറ്റി വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒത്തിരി സേവിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അത്ര നടക്കുന്ന ടൈം തന്നെ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണ് കുറച്ച് സേവിങ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തരത്തിലായാലും ഒരു 35 വയസ്സ് മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് കുറച്ച് ബിസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസി ആകുമ്പോൾ വരുമാനം ഭയങ്കര കൂടുമോ ചോദിച്ചാൽ അത്ര വരുമാനം ഹൈക്ക് ഉണ്ടാവുമെന്ന് വരില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ഇപ്പൊ തൊഴിൽ പ്രൊമോഷൻ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നവർക്ക് അതിന്റെ വരുമാനം കിട്ടിയാലും അതിന് സേവിങ്സ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ 500 കിട്ടുന്നിടത്ത് 1000 കിട്ടാൻ നിങ്ങൾക്ക് ബാക്കി 500 മീതി അനുസരിച്ചല്ല. നിങ്ങൾക്ക് 500 കിട്ടുന്നിടത്ത് 1000 കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ആവും. നിങ്ങൾക്ക് ഇപ്പൊ 15,000 രൂപയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഒരു ജോബ് പ്രൊമോഷൻ കിട്ടൊരു 18 അല്ലെങ്കിൽ 20 കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആ 20 എക്സ്പെൻസ് വരും. നിങ്ങൾക്ക് ഇനി 50,000 രൂപ സാലറി കിട്ടുമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് 50,000 രൂപയ്ക്കുള്ള എക്സ്പെൻസ് വരും. വെച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടെങ്കിലും ആ സേവിങ്സിന് എടുത്ത് കളയുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ചെലവുകൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ചെലവിലേക്ക് മാറ്റാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവിടെ റിസ്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു റെസ്പോൺസിബിൾ ആയ പൊസിഷനിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് റിസ്കി സിറ്റുവേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, പ്രഷർസ് ഉണ്ടാവും, നമുക്ക് റെസ്പോൺസിബിൾ ആവുന്നതനുസരിച്ചുള്ള എന്താണ് ചിന്താഗതികൾ ഉണ്ടാവാതിരിക്കണം. സോ അത്രയും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. സോ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് റെസ്പോൺസിബിൾ പൊസിഷൻസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഈ കാര്യങ്ങൾ തെറ്റ് പറ്റാതെ പ്രത്യേകം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എന്ന് വെച്ചാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉപരിതലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് ഒരു പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ടൈം അല്ല.
സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. എന്നുവെച്ചാൽ നമുക്കറിയാമെങ്കിൽ നമുക്കതിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് വിചാരിക്കും ഞാൻ ഇറങ്ങി എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് കിട്ടുമേ എന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ അതുപോലെ തന്നെ ചിലർക്ക് മേടരാശി ജനിച്ച ചിലർക്ക് ഫാമിലിയെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുന്നവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഫാമിലിയെ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെലവുകൾ നമുക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഞാൻ പറഞ്ഞ ചെലവുകൾ എങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആരെങ്കിലുമൊക്കെ മുഖേന നമുക്ക് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 35 വയസ്സ് മുകളിലുള്ള സ്ത്രീകളെ നോക്കിയാൽ നിങ്ങളുടെ ലെവലിലേക്കൊക്കെ പോകുന്ന ടൈമായിട്ടൊക്കെ പറയാം. അതുപോലെ തന്നെ 45 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭവന നിർമ്മാണമൊക്കെ നോക്കാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ ടൈമാണ്. ഭവന ഭാഗ്യമൊക്കെ പറയാം. വിദേശത്ത് നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായ സമയമാണ്. അതുപോലെ ചിലർക്ക് ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിന്തിച്ച് മാത്രം ചെയ്യുക. കുറച്ച് കരുതലൊക്കെ എടുത്തും മാത്രം ചെയ്യുക കേട്ടോ. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു ക്ഷമ വേണമെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ സമാധാനത്തിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കാം. എന്ത് ചെയ്യാം, ഒരു രമ്യതയോടെ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. ഒരു 55 വയസ്സ് മുകളിലേക്ക് സീനിയേഴ്സിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ മൈൻഡിനെ നമ്മൾ നോക്കുക, നമുക്കുള്ള കൺവിൻമെന്റ്സ്, നമ്മുടെ ഫാമിലി, ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരു തരത്തില് ഒരു ഒരു പ്രതികൂലമായ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. നിങ്ങളെ ജോലി എന്ന രീതിയിൽ മുന്നോട്ട് പോകാമെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ടൈം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. എന്നുവെച്ചാൽ മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഒന്ന് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്ത ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധാപൂർവം നീങ്ങുന്നത് മാത്രം. ശ്രദ്ധയോടെ നീങ്ങുവാണെങ്കിൽ മേടരാശിക്കാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ ഫലം നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇടവരാശി അല്ലെ, കാർത്തിക, മുക്കാള്, രോഹിണി, മകേര, മരടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയാം. അപ്പൊ ഇടവരാശിക്കാർക്ക് ഒരു വർഷക്കാലം, എന്തുകൊണ്ടാണ് ഒരു വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ശനി എന്ന് പറയുന്ന മാർച്ച് 29 രാശി മാറി അല്ലെ, കുംഭത്തിൽ നിന്ന് മീനരാശിയിലേക്ക് മാറി. 14 മെയ്ന് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് രാശി മാറും. അതുപോലെ തന്നെ 18 മെയ് നമ്മുടെ രാഹു കേതുക്കള് ഛായാഗ്രഹങ്ങള് കുംഭരാശിയിലേക്കും ചിങ്ങരാശിയിലേക്ക് രാശി മാറും. സോ ഏകദേശം ഒരു വർഷത്തെ കാലം നിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ഫലമാണ്. സോ അടുത്ത മെയ് മാസം 2026 വരെയുള്ള ഏകദേശം ഒരു ഫലമാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തേക്കണേ. ഈ ഒരു 4 ഗ്രഹങ്ങളെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തേക്കണേ. എന്നിരുന്നാലും മറ്റു ഗ്രഹങ്ങളിലുണ്ട്. എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം അനുസരിച്ച് ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രഡിക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെ ട്രാൻസാക്ഷന്റെ പ്രഡിക്ഷൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വ്യാഴത്തിന്റെ ആയാലും ശനിയുടെ ആയാലും രാഹു കേതുക്കളുടെ. സോ അത് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. സോ എന്നിട്ട് ഈ കമ്പയർഡ് അല്ലെങ്കിൽ ഈ കമ്പയിൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള പല ഡൗട്ടുകളൊക്കെ മാറിക്കിട്ടും. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അതായത് മീനം രാശിയിലാണ്. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്നത് 2ലും, രാഹു എന്ന് പറയുന്നത് നമുക്ക് 10ലും നിൽക്കുന്ന സമയമാണ്, കേതു എന്ന് പറയുന്നത് 4ൽ നിൽക്കുന്ന സമയമാണ്. ഈ ഒരു ടൈമില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് ഇടവരാശിക്കാർക്ക് ഒരു അനുകൂലമായ സമയം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഡിഷൻസിൽ പറഞ്ഞിട്ടാണ് ഇടവരാശിക്കുന്ന സമയം പൊതുവെ ഒരു അനുകൂലമായ സിറ്റുവേഷൻ തന്നെയാണ്. നമുക്കൊരു 24 വയസ്സ് വരെയുള്ളവരെയൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം 24 വരെ പഠനം അതിൽ വരുന്നൊരു കാര്യം തന്നെയാണല്ലോ. സോ ഉപരിപഠനം നോക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ജോലി സംബന്ധമായിട്ട് നോക്കുന്നവർക്ക് അനുകൂലമാണ്. ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്കും അനുകൂലമായി പ്രണയത്തിലൊക്കെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ സാധിക്കാം. ഇനി അതിന് വിവാഹം നോക്കുന്നവരും നമ്മുടെ സമയത്ത് ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കാലത്തിന് വെച്ചാൽ ഒരു 18 വയസ്സാവാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി. 21, 18, 21 ആയി കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. സോ വിവാഹ കാര്യങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി കാണുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. വിദേശത്ത് പോകാൻ നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്ത് പോയി പഠിക്കാൻ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു 24, 25 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക്, വിവാഹ ജീവിതം നടക്കുന്നവർക്കൊക്കെ
അനുകൂലമായി കാണുന്ന ഒരു സമയം തന്നെയാണ് ഇത് പറയുന്നത്. അതുപോലെ സന്താനം, വിവാഹം കഴിച്ചു, സന്താനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കഴിച്ചിട്ട് 1-2 വർഷമൊക്കെ ആയി, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ ആയി, വിവാഹം സന്താനങ്ങളായിട്ടില്ലെങ്കിൽ സന്താന ഭാഗ്യമൊക്കെ പറയാൻ സമയമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഒരു പുതിയ ഭവനം, എന്റേതായ ഒരു ഭവനം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആയ ഒരു ഭവനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഭവന യോഗമൊക്കെ പറയാൻ സമയമാണ്. വിദേശ യാത്ര ചെയ്യാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ജോലി ഭാഗ്യം പറയാൻ സമയമാണ്. വരുമാനം കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. ജോലി ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക്, ജോലി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു 35ന്റെ മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സന്താനത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ മകനായാലും മകൾക്കായാലും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ അനുകൂലമായ സമയമാണ്. നല്ലൊരു ഷെയർ ഡിവിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാനും നമുക്ക് അനുകൂലമായി കാണുന്ന സമയമാണ്. വാഹന കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. ഇപ്പൊ ഒരു വാഹനമുണ്ട്, ആ വാഹനം ഒന്ന് മാറ്റി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ്. ഇനി എന്താണ്, ഒരു ബൈക്കൊക്കെയാണ് ഉള്ളത്, 2 വീലറാണുള്ളത്, ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ, ഒന്ന് 4 വീലിലേക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഇതിന് കേട്ടോ. ഒരു കാറ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത്. കാരണം ഒരു ഫാമിലി ഫുള്ളായിട്ട് പുറത്ത് പോകണമെങ്കിൽ എന്താണ്, ഒരു കാർ ഉണ്ടെങ്കിൽ 4 വീലർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. സോ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ രാശിക്കാർക്ക് ഇപ്പോൾ പറ്റുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിദേശത്ത് പോയി ഒന്ന് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായാലും അത് അനുകൂലമായ സമയം തന്നെയാണ്. യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ആരോഗ്യമൊക്കെ ശരിയായി വരുന്ന ടൈം തന്നെയാണ് കേട്ടോ. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന സമയമാണ്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കായാലും ഉത്തമമായി കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള വരി നമ്മളെ കാണിച്ചു തരുന്ന സമയമാണ്. സോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടുള്ള പാതകൾ നമുക്ക് കിട്ടും. സോ അതിനുള്ള പരിശ്രമം കൂടി നമ്മൾ എടുക്കണം. ഓക്കെ, ഒരു കാര്യം നടക്കും എന്ന് വിചാരിച്ച് അത് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കില്ല, നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യമാണ്. പലരും നല്ല ഫലം കേൾക്കുമ്പോൾ ചുമ്മാ ഇരുന്നാൽ മതി എനിക്ക് ഫലം വരും എന്ന് വിചാരിക്കുകയേ ചെയ്യില്ല. അത് അന്ധമായ ഒരു വിശ്വാസമാണ്. നമ്മളൊരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കാം, എന്തൊരു കാര്യം വിശ്വസിക്കാം, നമ്മുടെ ലോജിക്കിന് കണക്ട് ചെയ്ത് മാത്രം വിശ്വസിക്കാം. നമ്മൾ ചുമ്മാ ഒരിടത്ത് അടങ്ങിയിരുന്നത് എങ്ങനെ കിട്ടും? ഓക്കെ, അതിനെ കൃത്യമായിട്ട് ഈ ഒരു ടൈമിന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മുടെ മില്ലിയനർ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് പാതകൾ കിട്ടും. ആ പാതകൾക്കുള്ള വരി അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എടുക്കുക. ഇനി ഒരു 45 വയസ്സിന് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കാൻ സാധിക്കും. അതിന് കൃത്യമായ റെമഡി കിട്ടും, സൊല്യൂഷൻ കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് കുറച്ച് ടഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, കുറെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവും. സോ ഓട്ടോമാറ്റിക്കലി ഈ പ്രശ്നങ്ങൾ, ഈ ഡൗട്ടുകൾ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കൺസൾട്ട് ചെയ്യും, നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും, വൈദ്യനെ കൺസൾട്ട് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യും, ഇന്ന അസുഖത്തിന് ഇന്ന ആളുടെ അടുത്ത് പോയാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ആണ്. സോ ഇങ്ങനെ റെക്കമെൻഡേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു മരുന്ന് നിങ്ങൾക്ക് ഈ കാലയളവിൽ കിട്ടും. സോ നിങ്ങളുടെ ആ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഭേദമാക്കി എടുക്കാൻ സാധിക്കുന്ന ടൈമാണ് കേട്ടോ. പ്രശ്നങ്ങളെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക് കുറയുന്ന ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് അനുകൂലമായ സമയം തന്നെയാണ്. കുടുംബത്തിലായ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ടൈമാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 55 വയസ്സിന് മുകളിലേക്ക് സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് ചെറുകൊക്കെ മുറപ്പിക്കാൻ പറ്റുന്ന ടൈം തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം പോലെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ, അത് കൃത്യമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ചിലർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ചെറുതായിരിക്കും, പക്ഷെ എന്താണ് അത് നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട്, സഹായങ്ങൾ നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ആഗ്രഹമായെങ്കിൽ പോലും എന്താണ് അത് വലുതാണ് നമുക്കല്ലേ. മറ്റുള്ളവർക്ക് ചെറുതായിരിക്കും, പക്ഷെ നമുക്കത് വലിയൊരു ആഗ്രഹമായിരിക്കും. 55 വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇത്രയും ലൈഫ് എന്ന് പറയുന്ന അവരുടെ ഫാമിലിക്ക് വേണ്ടി ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി അവർ പയ്യെ എന്താണ് നിങ്ങളെ കുറച്ചുകൂടി സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കും. സോ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ വിഷയങ്ങളിലുള്ള ദുഃഖങ്ങളൊക്കെ പകുതിയും കുറഞ്ഞു കിട്ടും. സോ ഒരു ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മൂഡിൽ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. സോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ടേ, നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് നല്ല ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക. ഓക്കെ, നമുക്ക് മോശ സമയം വരുമ്പോൾ മാത്രമല്ല ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത്, നല്ല സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈശ്വരനെ കൂടെ പിടിക്കണം.
എന്നാൽ മാത്രമേ നമ്മൾ പിന്നീട് ഒരു കഷ്ടകാലം വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളി കേട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും ഈശ്വര ജപം, ഈശ്വര ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ കഷ്ടകാല സമയത്ത് മാത്രമല്ല, നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലും നമ്മൾ ഇങ്ങനെ ഈശ്വരനെ സ്മരിക്കണം. ഓക്കെ, നിത്യേന എപ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവണം, നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. മിഥുന രാശി, മകേരം, അര, തിരുവാതിര, പുണർദം, മുക്കാലിടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയാം അല്ലെ. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം, ഒരു വർഷക്കാലം, കാരണം എന്താ ഒരു വർഷം എന്ന് പറയാനുള്ള കാരണം, മാർച്ച് 29 ശനി രാശി മാറി അല്ലെ. നമ്മുടെ കുംഭരാശിയിൽ നിന്ന് മീന രാശിയിലേക്ക് രാശി മാറി. ഓക്കെ, ഇപ്പൊ മിഥുനത്തെ സംബന്ധിച്ചത് 10ാം രാശിയിലാണ് നിൽക്കുക. അതുപോലെ വ്യാഴം എന്ന് പറയുന്നത് മെയ് 14 രാശി മാറി. ഓക്കെ, മെയ് 14 രാശി മാറുമ്പോഴോ മിഥുനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഥുന രാശി തന്നെയാണ് സ്വജന്മത്തിലാണ് വ്യാഴം എന്ന് പറയാം. ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും മെയ് 18 രാശി മാറി. ഓക്കെ, മെയ് 18 രാശി മാറുമ്പം മിഥുന രാശിയെ സംബന്ധിച്ചോളം 3 കേതുവും അതുപോലെ 9 രാഹുവും വരുന്ന സമയമാണ്. സോ ഈ ഒരു കാലയളവില് മൊത്തത്തിൽ ഒരു വർഷക്കാലം തന്നെ, കാരണം ശനി നമുക്ക് 2.5 വർഷം നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷം എല്ലാത്തിലും കോമൺ ആയിട്ട് വരിക ഒരു വർഷമാണ്. ഓക്കെ, അപ്പം മെയ് 2025 മുതൽ 2026 മെയ് വരെയുള്ള ടൈം, ഈ ഒരു വർഷക്കാലത്ത് ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന വ്യാഴത്തിന്റെയും ശനിയുടെയും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും ഇവർ 4 പേരുമാണ് എന്താ പ്രധാനമായിട്ടൊരു മാറ്റം നടത്തിയേക്കുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ഇമ്പാക്ട് നമുക്ക് ലൈഫ് ഉണ്ടാവാം. മറ്റു ഗ്രഹങ്ങളൊക്കെ എന്താണ് പ്രത്യേക ടൈമിൽ മാറും. സോ അതിനെയൊക്കെ ചെറിയ കാൽക്കുലേഷൻ എടുത്തിട്ടുണ്ട്. എന്നിരുന്നപ്പോഴും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കണം ഈ 4 ഗ്രഹങ്ങളെ വെച്ചിട്ടുള്ള ഫലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 മാസത്തോളം നമുക്ക് ഈ ബുധനെയും ശുക്രന്റെ ഒക്കെ ചെറിയ സപ്പോർട്ട് കാണണം. നമ്മുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധനോട് ചേർന്ന് ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയാം. സോ ഏകദേശം ഒരു 8 മാസത്തോളം നമുക്ക് എന്താണ് ഇവരുടെ ഒരു സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെ കിട്ടും. ഓക്കെ, ഒരു സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം, ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു ടൈം ആയിരിക്കും. പല കാര്യങ്ങൾ ആലോചിച്ച് നടക്കുന്നൊരു സമയമായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 24 വയസ്സ് വരെ അല്ലെ 25 വയസ്സ് വരെയുള്ള ആളുകളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള എന്താണ് പഠന കാര്യങ്ങള്, അതുപോലെ തന്നെ നമുക്ക് വിദേശ പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രണയം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. സോ ഈ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ ടൈം അല്ല ഇതെന്ന് പറയുന്നത്. പഠന സംബന്ധമായിട്ട് നമുക്ക് അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. ഇപ്പൊ തൊഴിലുണ്ടെങ്കിൽ തൊഴിൽ മുമ്പോട്ട് പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പ്രണയ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് മുമ്പോട്ട് പോകുന്നതാണ്. പക്ഷെ ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടുന്ന ടൈം തന്നെയായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റുള്ള തടസ്സങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ തടസ്സം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിനൊരു തടസ്സമായിട്ട്, ഒരു വിഘ്നമായിട്ട് നമ്മൾ തന്നെയായിരിക്കും അതിനെ ഏറ്റവും മുൻപന്തി നിൽക്കുക എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്ന കാര്യം പഠിക്കാം എന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ വേറൊരു കാര്യത്തിന് പോകും. സോ ഈ കാര്യം തടസ്സപ്പെട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായാലും എന്ത് കാര്യത്തിലായാലും തടസ്സമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രശ്നം നിങ്ങൾ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വരില്ല. 24, 25 വരെയുള്ള കാര്യമാണ്, ഏജ് വരെയുള്ള കാര്യമാണ് പറയണേ. നമ്മള് പിന്നെ എങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവാം എന്ന് ചോദിച്ചാൽ സ്മൂത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ ഫുൾ ഫോക്കസ് നിങ്ങൾ ഒരു കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ? ഫുൾ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ കൊടുക്കുന്നോ? ഫുൾ ഇൻട്രസ്റ്റ് ആ കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാര്യം നടക്കും. അതിപ്പോ പഠന സംബന്ധമായാലും, തൊഴിൽ സംബന്ധമായാലും, വിവാഹ സംബന്ധമായാലും, പ്രണയ സംബന്ധമായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഫുൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആണോ? നിങ്ങൾ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്ന കാര്യമാണ്, ഇൻട്രസ്റ്റഡ് ആണോ? അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത്ര കാര്യങ്ങളൊക്കെയാണ്. ഈ 4 ഫാക്ടേഴ്സ് ഓക്കെയാണോ? നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓക്കെ അല്ലേ? ഈ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടഫ് ആയിരിക്കും. സോ ഈ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർഡ്നെസ് വന്നില്ലേ? സ്മൂത്ത് അല്ലല്ലോ അത്. സോ നിങ്ങൾക്ക് സ്മൂത്ത് ആയിരിക്കില്ല, ബട്ട് എന്താണ് നിങ്ങൾ നടത്തിയെടുക്കാം. സോ ഈ 4 കാര്യം കൃത്യമായി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തടസ്സമാവില്ല. ഈ 4 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാരണം തന്നെയാണ് തടസ്സം ഉണ്ടാവുന്നത്. സോ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക, ഫുൾ വർക്ക് ചെയ്യുക. ഒരു 25 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളെ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരൊക്കെ നല്ലൊരു തൊഴിൽ കിട്ടാൻ നല്ല സമയമാണ്. ബിസിനസ് നോക്കുന്നവർക്കായാലും അനുകൂല സമയമാണ്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും പ്രതീക്ഷിക്കുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായി നോക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്കായാലും സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്.
നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ ചുമ്മാ ഇരുന്നാൽ കിട്ടും. നാളെ എന്റെ വീട്ടിലേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇങ്ങനെ എന്താണ് ലെറ്റർ ആയിട്ട് വരും, അല്ലെങ്കിൽ മെയിൽ വരും. ഓക്കെ, യു ആർ അപ്പോയിന്റഡ്. നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. എങ്ങനെ വരും? വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൂ, ബട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ സമയമാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആയി കിട്ടുന്ന സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയം തന്നെയാണ്. അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ചിന്തിക്കുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇനി ഒരു 35 വയസ്സ് 36 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ആക്കാൻ പറ്റുന്ന സമയമാണ്. സോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ടൈം ആയിരിക്കും ഇതെന്ന് പറയാം. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായ കൃത്യമായ പ്ലാനും നല്ല ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിയാടി ഒരു കാര്യത്തിലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ശ്രദ്ധയോടെ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ആരോഗ്യ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി ബെറ്റർ ആവുന്ന ടൈം തന്നെയാണ് ഇത് പറയുന്നത്. ആരോഗ്യം കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആയി വരുന്ന ടൈം തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 45 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ കാര്യമാണ്. സന്താനത്തിന്റെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്കും അനുകൂലമായി പറയാവുന്ന സമയമാണ്. സന്താനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ട് പറയാവുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 55 വയസ്സ് മുകളിലേക്ക് 55, 56 സീനിയേഴ്സ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അതിന് കൃത്യമായ ഡെഡിക്കേഷൻ ഉണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്, കൃത്യമായ ഒരു ആലോചനയുണ്ട്, നല്ല ടീമും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു വലിയ കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സമയമാണ്. എന്നുവെച്ചാൽ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സോ എങ്ങനെയാണ് ഇപ്പൊ ഇറങ്ങാൻ വിജയിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് ഗോചരാൽ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാം, ബിഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ജാതകം എങ്ങനെയുണ്ട്, നിങ്ങളെല്ലാം പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ജാതകം എങ്ങനെയുണ്ട്, നിങ്ങളായിട്ട് പൊരുത്തപ്പെട്ടാണോ പോവുക, ബിസിനസ് നന്നായി വിജയിക്കാൻ സാധിക്കുമോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ചുറ്റുപാടുകൾ എങ്ങനെയുണ്ട്, അതിന്റെ ടൈം അതിന്റെ എനർജി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജന്മത്തിലാണ് വ്യാരം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ തരാൻ, നല്ല അറിവൊക്കെ തരാൻ പറ്റിയ സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശ്രമിച്ച് റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ കാര്യം വിചാരിച്ചിറങ്ങുകയാണെങ്കിൽ അത് നേടിയെടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നമ്മൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലഗ്നം വെച്ചാലുള്ള ഫലം, നിങ്ങളെ ജാതകത്തിൽ ലഗ്നം ലാ എന്നുണ്ടാവും, അതെവിടെ ആ രാശിയുടെ ഫലം, ആ ലഗ്നത്തിന്റെ ഫലം കൂടി ഒന്ന് കാണാൻ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോന്നും വ്യാഴം മാറിയെന്ന്, ശനി മാറിയെന്ന്, രാഹുഗതികൾ മാറിയെന്ന് ഇൻഡിവിജ്വൽ പ്രഡിക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഗ്രഹങ്ങൾ മാറുമ്പോൾ എന്തൊക്കെ ഫലങ്ങളുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സോ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ഇതിനൊപ്പം അതും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. കർക്കിടക രാശി അല്ലെ, പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നോക്കാൻ കഴിയുമ്പോൾ ഈ ഒരു വർഷക്കാലം എന്ന് പറയാനാണ് നമ്മുടെ മാർച്ച് 29-ാം തീയതി ശനി രാശി മാറിയിട്ടുണ്ട്. മെയ് 14-ാം തീയതി വ്യാഴം രാശി മാറി മിഥുന രാശിയിലേക്ക്, ശനി മീനൻ രാശിയിലേക്കും. അതുപോലെ രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും മെയ് 18 രാശി മാറുന്ന ദിവസം ഏകദേശം ഒരു വർഷക്കാലം 2026 മെയ് വരെയുള്ള ഒരു ഫലമാണ് നമ്മളിന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ ഫലം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കണേ വ്യാഴവും ശനിയും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ ഫലങ്ങളാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം പ്ലസ് നമ്മുടെ മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം അനുസരിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഫലമാണ്. സെപ്പറേറ്റ് വീഡിയോ കാണാത്തവരൊന്നും സെപ്പറേറ്റ് വീഡിയോ കാണുന്ന ഉത്തമമായിരിക്കും കേട്ടോ. വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം കൂടി ഏതാണെന്ന് നോക്കി അതിന്റെ കൂടെ ഫലം ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രെഡിക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കണതിനെ രാശിയും ലഗ്നവും കണക്ട് ചെയ്ത് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രാശി ഏതാണ്, ലഗ്നം ഏതാണ്, അതിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമശനി മാറി.
ഓക്കെ, അഷ്ടമശനി മാറി നമുക്ക് 9-ലാണ് ശനി വരിക എന്ന് പറയാം. വ്യാഴം 12-ലാണ് വരിക, രാഹു 8-ലാണ് വരുന്നത്, കേതു 2-ലാണ് വരിക. നമുക്ക് വ്യാഴം 12 വരുന്ന ചെലവുകൾ ഉണ്ടാവും. സോ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചെലവുകളാക്കി മാറ്റുക. അതുപോലെ തന്നെ നമുക്ക് 8-ല് രാഹു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 8-ലെ രാഹു 2-ലെ കേതു കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആളുകൾ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. അത് നല്ലതും ഉണ്ടാവും, മോശമായിട്ടുള്ള കാര്യവും ഉണ്ടാവും. ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കും, ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മോശം സംഭവിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും, കുഴപ്പിക്കും. ഈ ഒരു ടൈമിൽ ഏത് എടുക്കണം, നല്ലത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഡൗൺ ആയി നെഗറ്റീവ് ആയിട്ട് വരാനും, നമ്മൾ കൃത്യമായിട്ടുള്ള എടുത്താൽ നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള ചാൻസും ആണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡൗട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ അഡ്വൈസ് എടുക്കുക. സോ എക്സ്പെർട്ട് ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് നല്ലത് തന്നെ വരാനുള്ള, കാരണം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസ് ആണ് എടുക്കുന്നത്. സോ അവിടെ നമുക്ക് മോശം വരണമെന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്യില്ല, പറഞ്ഞു തരില്ല. സോ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നല്ല സൈഡിലേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, പോസിറ്റീവായിട്ടുള്ള സൈഡിൽ കൂടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ഇമോഷനിൽ ഒരു തീരുമാനവും എടുക്കല്ല. ഓക്കെ, ഞാൻ പറയാറുണ്ട് കർക്കിടക രാശി ഇമോഷണലി കുറച്ച് ഉള്ളവരാണ്. ഓക്കെ, എന്ത് കാര്യം കുറച്ച് എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നന്നായി ദേഷ്യപ്പെടും, സങ്കടപ്പെടുകയാണെങ്കിൽ നന്നായി സങ്കടപ്പെടും, കരയാണെങ്കിൽ നന്നായി കരയും. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇമോഷനെ ബാലൻസ് അല്ല, ഇമോഷനെ വെച്ച് തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ ഇന്റലിജൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ നിന്ന് അഡ്വൈസ് എടുത്താൽ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 25 വയസ്സ് വരെയുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, 24 വയസ്സ് 25 വയസ്സ് വരെയുള്ള ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം നോക്കുന്ന പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ വിദേശ യാത്രകൾ, അതുപോലെ തന്നെ വിവാഹം, പ്രണയം, ഈ ഒരു വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജോലി. ഇത്തരം വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചിന്ത ഉണ്ടാവുക. ഈ ഒരു ടൈം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ, പഠന സംബന്ധം, വിദേശ സംബന്ധമായിട്ട്, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, പഠനസമയത്ത് നമുക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി നോക്കിയാൽ നമുക്ക് ചെറിയ തരത്തിലുള്ള അസ്വസ്ഥത വരാൻ, ജോലി ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായിട്ട് വരുമ്പോൾ 25 വയസ്സ് മുകളിലോട്ടുള്ളവർക്കാണ് ജോലി മാറാൻ സാധ്യത കൂടുതൽ. ശനി മാറി കഴിഞ്ഞപ്പോൾ ജോലി ഷിഫ്റ്റ് ആയിട്ടുണ്ടാവാം, അല്ലെ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഇനി ഒരു 25 വയസ്സ് മുകളിലേക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വിവാഹം നടത്തിയവരോ അല്ലെങ്കിൽ കഴിഞ്ഞവരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുണ്ടാവാം. ഓക്കെ, കുറെ ആളുകൾക്ക് ദാമ്പത്യമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ നിമിത്തം എന്താണ് ഇതിൽ നിൽക്കുന്നവരുണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും, ഒന്നെങ്കിൽ സോൾവ് ആയി നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായ തീരുമാനം എടുത്ത് ഡൈവോഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ വലിയ ഏജ് ആയിട്ടില്ല. സോ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുത്ത് നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. സോ ബാക്കി മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, കൃത്യമായ തീരുമാനം എടുത്തുക. പിന്നെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അലർജി റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ENT റിലേറ്റഡ് ആയിട്ട് വെള്ള സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ജോബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തിയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 25 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുമ്പോൾ ജോലി ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, അതുപോലെ തന്നെ ജോലി മാറണം എന്ന് ആഗ്രഹിക്കുക, ജോലിയിൽ ഷിഫ്റ്റ് ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 35 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മുടെ സേവിങ്സ്, നമ്മുടെ വരുമാനം കാര്യങ്ങളിലൊക്കെ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കൃത്യമായ പ്ലാനിലൂടെ പോവാമെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അയ്യോ അപ്പം നാളെ തൊട്ട് പ്രശ്നമാവോ എന്നല്ല ഉദ്ദേശിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സേവിങ്സിന്റെ കാര്യത്തിൽ കുറച്ച് കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇനിയും ആയാലും സേവിങ്സ് കുറയാൻ സാധ്യതയുണ്ട്. സോ നമുക്കൊരു ഇച്ചിരി സേവിങ്സിലേക്ക് എത്തിക്കണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. കടങ്ങളൊക്കെ അടയ്ക്കാൻ നോക്കിയാലും നമുക്ക് പൂർണ്ണമായിട്ട് അടിച്ചു തീർക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, പയ്യെ സ്ലോലി മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഈ ഒരു 45 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു 45, 46 അല്ലെങ്കിൽ 44 മുകളിലേക്ക് ചിന്തിച്ചാൽ പല ആവശ്യങ്ങളൊക്കെ നമുക്ക് ഓരോ കടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എടുത്തുകൂടിണ്ടാവും. ചിലപ്പോൾ ഇപ്പൊ നല്ല തുക ആയിട്ടുണ്ടാവും. സോ ഈ സമയത്ത് നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കടങ്ങൾ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അടിച്ചാൽ തീരുമോ? ഇല്ല, തീർക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ജാതകത്തിൽ അത്ര നല്ലതും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അത്ര നല്ല പോസിറ്റീവായിട്ട് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുന്ന, എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അടിച്ചു തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കിട്ടും, അതിൻ്റെ ഒരു മാർഗം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് കട അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മാർഗം കിട്ടും. അതുപോലെ തന്നെ 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സീനിയേഴ്സ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആവറേജ് ടൈം ആയിരിക്കും പൊതുവെ എന്ന് പറയുന്നത്. ഗുണവും ദോഷം സമ്മിശ്രമായി നിൽക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഓരോ സഹായങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യും. കാരണം 12 വ്യാഴമുണ്ട്. സോ സഹായത്തിനൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് കർക്കിടക രാശിക്കാരെ കുറിച്ച് മൊത്തത്തിൽ പൊതുവെ അങ്ങ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇമോഷണലി ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ഒരു കാര്യത്തിൽ ഇറങ്ങല്ല. നിങ്ങളെ ഇമോഷൻ പറയുന്ന കേട്ട അല്ലെ, ഇമോഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങല്ല. ഓക്കെ, എടുത്തിയാടില്ല, ശ്രദ്ധയോടെ വേണം നീങ്ങാൻ. കൃത്യമായ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്, കൃത്യമായ പ്ലാൻ ആവശ്യമാണ്. ഡിസിഷൻ, പോസിറ്റീവായ ഡിസിഷൻ, നല്ല ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ തെറ്റിയാൽ നമുക്ക് നല്ല ചിന്തയും നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കാര്യമില്ല. ഡിസിഷൻ ലോങ് ആയി പോയാൽ മുമ്പോട്ട് സക്സസ് ഇല്ല. സോ ഡിസിഷനും കറക്റ്റ് ആക്കുക. അവിടെ ഡൗട്ട് വന്നു, എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കുക. ബിസിനസ് ഒക്കെ പോകണം, ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആരാണ് അവരോട് ചോദിക്കുക. നിങ്ങൾക്കൊരു മാരേജ് കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, അപ്പം അതിലെന്ത് ചെയ്യുക, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൗട്ട് കൃത്യമായിട്ട് അഡ്വൈസ് എടുക്കുക. അങ്ങനെ ഓരോ കാര്യത്തിനും കൃത്യമായ അഡ്വൈസ് എടുത്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു 4 ഫാക്ടേഴ്സ്, കൃത്യമായ ചിന്ത, കൃത്യമായ പ്ലാന്, കൃത്യമായ ഡിസിഷൻ, കറക്റ്റ് അഡ്വൈസ്, ഈ 4 കാര്യമുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. വിജയിക്കാൻ പറ്റാതെ ഇല്ല. ഓക്കെ, വിജയിക്കാൻ പറ്റും. ബട്ട് ഇത് 4 ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മള് ഇമോഷൻ പറഞ്ഞ കേട്ടാണ് ഇനി നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഡൗൺ ആവാൻ സാധ്യത കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്ത് അഡ്വൈസ് എടുത്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. ചിങ്ങരാശി, മകം പൂരം ഉത്രം കാട് മൂന്ന് 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാം അല്ലെ. ഇപ്പൊ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലെ. ഈ ഒരു വർഷക്കാലം നമുക്ക് മൊത്തത്തിലുള്ള ഫലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഒരു വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർച്ച് 29-ാം തീയതിയാണ് ശനി രാശി മാറിയത്, കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് അല്ലെ. രാഹുകേതുകൾ മെയ് 18-ാം തീയതി രാശി മാറും, കുംഭരാശിയിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്നത് ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മെയ് 14-ാം തീയതി രാശി മാറും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ചിങ്ങരാശിയെ സംബന്ധിച്ച് 8-ല് അഷ്ടമ ശനിയാണ് നമ്മൾ നോക്കുക. 8-ലാണ് ശനി എന്ന് പറയുന്നത്. വ്യാഴം 11 ലാഭസ്ഥാനത്തിലും, രാഹു എന്ന് പറയുമ്പോൾ 7-ലും, കേതു എന്ന് പറയുമ്പോൾ ജന്മത്തിലാണ് വരിക അല്ലെ. അപ്പൊ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചിങ്ങരാശിക്കാര് കുറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ എടുത്ത് കാണുക കേട്ടോ. എന്നുവെച്ചാൽ വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കാണുന്നത് ഉത്തമമായിരിക്കും. കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചിങ്ങരാശിക്കാര്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 8 മാസത്തോളം സൂര്യന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും. സൂര്യന്റെ ഗോചരത നമുക്ക് 8 മാസം ഏകദേശം അനുകൂലമായിരിക്കും. കാരണം അടുത്ത വർഷം മെയ് 2026 വരെയുള്ള ഫലമാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പണം സംബന്ധമായിട്ട്, തൊഴിൽ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് പണവും കിട്ടും, സാമ്പത്തികമായിട്ടുള്ള ഇതും കിട്ടും, അതുപോലെ തന്നെ തൊഴിലും കിട്ടും. ഓക്കെ, സാമ്പത്തികമായിട്ടും പ്രശ്നം ഉണ്ടാവില്ല, തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല, തൊഴിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, സൂക്ഷിക്കാൻ പറ്റുന്നുമില്ല. അതുപോലെ നമ്മൾ സമ്പാദിക്കുന്ന പൈസ നമുക്ക് നഷ്ടമാകാനുള്ള യോഗവും ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചതിയില് വഞ്ചനയിലൊക്കെ പെട്ടുപോയി നമ്മുടെ കയ്യിൽ പൈസ ഏതെങ്കിലും വിധേന നഷ്ടമാകുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാറുക ഒരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ലാത്തവരോ പരിചയമില്ലാത്തവരുമായിട്ട് സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യത്തിൽ എടുക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തമമായിരിക്കും. മറ്റുള്ളവരുടെ വാക്ക് അന്തം വിട്ട് വിശ്വസിക്കാതെ, കണ്ണും പൊട്ട് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന ഈ ഒരു ടൈം എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഫാമിലി സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ വിവാഹം ആലോചിക്കുന്നവരാണ്, വിവാഹം കഴിക്കുന്നതൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വയമൊക്കെ ചിന്തയുണ്ട്. പക്ഷെ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങളെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. ഇനി കല്യാണം കഴിഞ്ഞവരാണ്, മാരേജ് ഒക്കെ കഴിഞ്ഞു, അപ്പം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിൽ നിന്നുണ്ടാവുന്ന ഒരു സപ്പോർട്ട് കുറയുന്നൊരു ടൈം ആയിരിക്കും ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു കാലയളവ് എന്ന് പറയാം. ഓക്കെ, ചിങ്ങരാശി എന്ന് വെച്ചാൽ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അവർ തന്നെ ചിലപ്പോൾ ഇന്ന് ഓരോന്ന് പറയും, അങ്ങനെ പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ടാകും.
അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു കാര്യത്തിനും ഒത്തിരി ഓവർ റിയാക്ട് ആവാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഒന്നിനും റിയാക്ട് ചെയ്തതിൽ ഒരു പ്രശ്നമില്ലല്ലോ. സോ മാക്സിമം റിയാക്ഷൻ കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഷ്ടമശനിയും 7 രാഹു നിൽക്കുന്ന സമയമാണ്. സോ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. നിങ്ങൾ 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 24 വയസ്സ് 25 വയസ്സിനുള്ളിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ. സോ നിങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ യാത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതല്ല നിങ്ങൾ അഡ്വഞ്ചർ പ്ലസ് അത് നോർമൽ ഡ്രൈവ് ചെയ്ത് പോകുവാനും ഡ്രൈവിംഗ് കാര്യം ശ്രദ്ധിക്കാം. തിരിവ് അതുപോലെ തന്നെ റിവേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു 25 വയസ്സിന് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ സ്ട്രെസ് ഓവർ പ്രഷർ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല നമ്മൾ തൊഴിൽ സംബന്ധമാവാം, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും. ബട്ട് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാക്സിമം മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പേരൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ സന്താന ഭാഗ്യമുണ്ടെന്ന് ചോദിച്ചാൽ സന്താന ഭാഗ്യമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, 11 പേരുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, 5ാം ഭാവത്തിലേക്ക് വേരത്തിന് ദൃഷ്ടിയുണ്ട്. സോ നമുക്ക് സന്താന ഭാഗ്യമൊക്കെ വേണമെങ്കിൽ പറയാൻ സാധ്യമാണ്. അതുപോലെ ഒരു 45 വയസ്സ് മുകളിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ സന്താനങ്ങൾ കേൾക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നതായിട്ട് പറയാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ക്ഷമ കൈവിടല്ല, ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ ചിങ്ങരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു കാലയളവിൽ എന്ന് പറയുന്നത് പൊതുവെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫാമിലി ലൈഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു 55 വയസ്സിന് മുകളിലേക്കുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവർ പറയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, മനസ്സ് നന്നായി ശ്രദ്ധിക്കുക. ഈ ഒരു 2 കാര്യം നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശിയെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധയോടെ നിങ്ങളുടെ സമയമാണ്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഒത്തിരി ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക, എല്ലാ കാര്യത്തിലും കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, ആരോഗ്യ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത് കേട്ടോ. ഇത്ര ശ്രദ്ധയോടെ ഒക്കെ പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ തോട്ടുകൾ നിങ്ങൾ മൈൻഡിൽ കയറ്റില്ല. ടൈം ബോറാണ്, ടൈം കുറച്ച് കുറച്ച് വീക്ക് ആക്കുന്ന ടൈമാണ്. സോ നിങ്ങളും കൂടി ഒത്തിരി നെഗറ്റീവായ, നിങ്ങളുടെ സംസാരം നെഗറ്റീവ്, നിങ്ങളുടെ ചിന്ത നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ മാക്സിമം പോസിറ്റീവ് ആയിരിക്കാം. മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക. മാക്സിമം നമ്മളിലേക്ക് എനർജി കയറ്റാൻ നോക്കുക, എനർജി ബൂസ്റ്റപ്പ് ചെയ്യുക. കാരണം വ്യാഴം 11 നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് അഷ്ടമശനിയുണ്ട്. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ജീവിതത്തിൽ. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യുക, മാക്സിമം പോസിറ്റീവ് സൈഡിൽ നിൽക്കുക, നെഗറ്റീവിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോഴായാലും ഗുണങ്ങൾ സംസാരിക്കുക, മറ്റുള്ളവരുടെ ഗുണങ്ങൾ സംസാരിക്കുക. ഒക്കെ ഒരാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരുടെ കുറ്റം സംസാരിക്കാതെ അവരുടെ നന്മകൾ സംസാരിക്കുക. സോ നമ്മൾ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിൽ, നമ്മൾ കാണുന്ന പോസിറ്റീവ് ആണെങ്കിൽ, നമ്മൾ തിങ്ക് ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിൽ, നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ സറൗണ്ടിങ് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ വീട് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫും കൂടി കുറച്ചുകൂടി പോസിറ്റീവായിട്ട് വരും. ഓക്കെ, നെഗറ്റീവ് മാക്സിമം അവോയ്ഡ് ആകും. അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുന്നവരിപ്പം ഒരു ദുഃഖ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കരച്ചിൽ വരുന്ന കൂട്ട് സീരിയൽസ്, കരച്ചിൽ വരുന്ന കൂട്ട് സിനിമാസ്, വാർത്തകളായാലും ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വർഷക്കാലം നിങ്ങൾ മാക്സിമം പോസിറ്റീവ് മാത്രം സ്വീകരിക്കുക, പോസിറ്റീവ് മാത്രം. നെഗറ്റീവ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അടച്ചു വെക്കുക, അല്ലെങ്കിൽ 2 ചെവിയും തുറന്നു വെച്ചേക്കുക. ഇതീ കൂടെ കേട്ട് ഇതീ കൂടെ വിടണം, എവിടെയും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയല്ല. ഓക്കെ, മാക്സിമം അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക, മാക്സിമം പോസിറ്റീവ് കേൾക്കാൻ ശ്രദ്ധിക്കുക. സോ ബി പോസിറ്റീവ്. കന്നിരാശി, ഉത്രമുക്കാൽ അത്തം ചിത്രരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം അല്ലെ. കന്നിരാശിക്കാരെ സംബന്ധിച്ച നമുക്ക് ഈ ഒരു വ്യാഴം, ശനി, രാഹു, കേതുക്കൾ ഇവിടെ രാശിമാറ്റം മൊത്തത്തില് എങ്ങനെയുണ്ട് നമുക്ക് ഏകദേശം ഒരു വർഷത്തെ ഫലം എടുക്കാം കേട്ടോ. കാരണം 29 മാർച്ച് മാസം ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു, കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് അല്ലെ. അതുപോലെ തന്നെ വ്യാഴം മെയ് 14 തീയതി ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. മെയ് 18 രാഹു കേതുക്കള് മീനം രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും രാശി മാറി. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശനി എന്ന് പറയുമ്പോൾ 7-ലും, വ്യാഴം എന്ന് പറയുന്നത് 10-ലും, രാഹു 6-ലും, കേതു 12-ലാണ് നിൽക്കുക. സോ ഒരു 24 വയസ്സ് വരെയുള്ള ആളുകളെ ആരും നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ പഠന സംബന്ധമായിട്ടും വിദേശത്ത് പോകാൻ നോക്കുന്നവർക്കൊക്കെ നടക്കുന്ന സമയമാണ്. പക്ഷെ ചെറിയ തടസ്സമൊക്കെ തുടക്കത്തിലുണ്ടാവും, പക്ഷെ നടക്കുന്ന സമയം തന്നെയാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുമോ അല്ലെങ്കിൽ തൊഴിൽ ഭാഗ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ തൊഴിൽ ഭാഗ്യത്തിനൊക്കെ പറയാം. പക്ഷെ അതൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് തൊഴിൽ കിട്ടിയാലും നമുക്ക് അതിലൊരു തൃപ്തി ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, വിവാഹ കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മൾ സമാധാനത്തോടെ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല, മുന്നോട്ട് ഐക്യമായിട്ട് പോകാൻ പറ്റും. സമാധാനമില്ലെങ്കിൽ അത് പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 25 വയസ്സ് മുകളിലേക്കും ഒരു 35 വയസ്സ് വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതം പറയാൻ സമയമാണ്. സന്താന ഭാഗ്യം പറയാൻ സമയമാണ്. ഭവന യോഗം പറയാം, വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. വിവാഹത്തിനെ ചിന്തിക്കുന്നവർക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടന്നു കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ വിദേശത്ത് പോകാൻ നോക്കുന്നവർക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു താമസം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ നടക്കാതെയില്ല, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. കടങ്ങളൊക്കെ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടിക്കാൻ സാധിച്ചൊന്നുമില്ല. കടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും, അതിനുള്ള മാർഗങ്ങളൊക്കെ കാണിക്കി കിട്ടും കേട്ടോ. ഒരു 35 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സിനൊക്കെ നല്ല സമയമാണ്. നമ്മളിൽ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്തുന്ന നല്ല സമയമാണ്. ജോബൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ചില മൂഡ് ഓഫുകൾ, ഒരു ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേഷ്യ കൂടുന്ന സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്ന ടൈമായിരിക്കും കന്നിരാശിക്കാരുടെ ടൈം എന്ന് പറയുക കേട്ടോ. ബിസിനസ് ഒക്കെ ചെയ്യാമെന്ന് തോന്നുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ ബിസിനസ് ചെയ്യാമോ, അല്ലെ ബിസിനസ്സിന് പുതിയൊരു ബിസിനസ്സിന് ഇറങ്ങിയ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമെങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയുള്ളൂ. സോ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഇറങ്ങിക്കോളൂ. പൊതുവെ ഇറങ്ങാതിരിക്കുന്ന നല്ലത്. ഇനി അതിൽ ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ ശ്രദ്ധിച്ച് ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ചുകൂടി ഉത്തമമായിരിക്കും. ഒരു 45 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രൊമോഷൻ, വളർച്ച കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. സന്താനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ്. അതിനുള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 55 വയസ്സ് മുകളിലേക്ക്, അതായത് സീനിയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. കാരണം ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട, ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട. സോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സമ്മിശ്ര ഫലമായിരിക്കും കന്നിരാശിക്കാരെ കുറിച്ച് പറയാമെങ്കിൽ കേട്ടോ. സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയോട് പോവുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോവുക. എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വെക്കുക, ഒരു പേഷ്യൻസ് ആവുക, ഈശ്വര പ്രാർത്ഥന കൃത്യമായി ചെയ്യുക. നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവാം കേട്ടോ. തുലാൻ രാശി, ചിത്തിര, ചോതി, വിശാഖം, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം അല്ലെ. തുലാരാശിക്കാരെ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം. ഏകദേശം ഒരു വർഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 29 മാർച്ച് മാസം നമ്മുടെ ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു, കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക്. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം രാശി മാറിയിട്ടുണ്ടായിരുന്നു ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ രാഹു ഛായാഗ്രഹങ്ങളെ രാശി മാറിയിട്ടുണ്ടായിരുന്നു മെയ് 18. ഓക്കെ, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കാണ് മാറിയത്. അപ്പം തുലാരാശി സംബന്ധിച്ച് നോക്കുമ്പോൾ ശനി എന്ന് പറയുന്ന 6ലാണ് നിൽക്കുക, വ്യാഴം 9ലും, അതുപോലെ തന്നെ രാഹു കേതുക്കൾ 5ലും 11ലായിട്ടാണ് നിൽക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമുക്കൊരു ഉള്ള കാര്യം നോക്കാം വെച്ചാൽ നമുക്ക് പൊതുവെ തുലാരാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ചിന്തിക്കുക. ഓക്കെ, കാരണം വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കാവുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചിന്തിച്ച് 4, 8, 12 ഭാവങ്ങളിലൊന്നും നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. സോ അവിടെ അത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പഠന സംബന്ധമായിട്ട് വിദേശത്ത് പോയി പഠിക്കണം, ഉപരിപഠനത്തിനൊക്കെ നോക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കോമ്പറ്റീഷൻ എക്സാം എഴുതുന്നവർ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ അതിൽ വിജയമൊക്കെ കാണുന്ന സമയം തന്നെയാണ്. റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ എത്തിച്ചേരുന്ന സമയം തന്നെയാണ്. തൊഴിൽ നോക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യം പറയാവുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ മാറണം, തൊഴിലൊന്ന് മാറിയാലോ ചിന്തിക്കുന്നവർക്ക് തൊഴിൽ മാറാം. ഫീൽഡ് തന്നെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. ആരോഗ്യ സമയം നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. കുടുംബ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അതൊരു കുടുംബമാകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. സോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സാമ്പത്തികമായി നോക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബിസിനസ് കാര്യം ഉയർച്ചയൊക്കെ പറയാൻ സമയമാണ്. 4 ശനി നമുക്ക് പ്രശ്നങ്ങളും തടസ്സങ്ങളെയൊക്കെ നീക്കി നമുക്കൊരു വരി തെളിയിച്ചു തരും. വ്യാഴത്തിന് 5ലേക്ക് ദൃഷ്ടി ഉണ്ടല്ലോ. സോ 5ാം വ്യാഴം മിഥുനത്തിലാണ്. മിഥുനത്തിന്റെ 5 എന്ന് പറയുമ്പോൾ തുലാം രാശി. സോ തുലാം രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് ആക്ടിവേഷൻ നമുക്ക് നടക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കുന്ന സമയമായിരിക്കും എന്ന് പറയുന്നത്. അന്ന് അടുത്തെടുക്കാനൊക്കെ പരിശ്രമിച്ച് കഴിഞ്ഞ് നടക്കുന്ന സമയം തന്നെയാണ്. രാഹു കേതുക്കളെ നോക്കിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചില സമയത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ മനസ്സിൽ വരും പോകും. സ്ഥിരമായിട്ടുണ്ടാവില്ല, ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, പോകും. അതൊരു ജീവിതമാകുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില പ്രശ്നങ്ങൾ വരും, ചില പ്രശ്നങ്ങൾ പോകും. സോ അത്രയൊക്കെ കണ്ടാൽ മതി, അല്ലാതെ വലിയ സീരിയസ് മാറ്റർ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ രാഹുലേക്ക് വേറെത്തിന് ദൃഷ്ടിയുണ്ട്. സോ ആ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. തുലാം രാശിക്കാർ കൃത്യമായ ചിന്തയിലും പ്ലാനിലൂടെയും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് ഒരു എക്സ്പാൻഷൻ ഫീൽഡിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നോക്കാവുന്ന സമയം തന്നെ, വലിയ പ്രശ്നമില്ല. പാർട്ണർഷിപ്പ് ബിസിനസ് നോക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെയും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. പങ്കാളിയുടെ നക്ഷത്രവും അതിന്റെ ഫലങ്ങളും കൂടെ നോക്കി അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട്. കാരണം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നമ്മുടെ പല ആളുകളും വരുന്നുണ്ടല്ലോ. അതുപോലെ മാനേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും കൂടെ നോക്കിയാൽ പറ്റുമെങ്കിൽ നോക്കിയെടുത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. കാരണം നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബെറ്റർ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. ജീവിതത്തിലായാലും ചിലർ പിണങ്ങി നിന്നവരൊക്കെ ആണെങ്കിൽ ഒന്നിണങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് പങ്കാളി തന്നെ ആവുന്നില്ല, സുഹൃത്തുക്കളാവാം, ബന്ധങ്ങളാവാം, ഒക്കെ ആവാം. പകർന്നിങ്ങളോ ഇതാവാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ മിത്രങ്ങളാവാനുള്ള യോഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അതുപോലെ തന്നെ മിത്രങ്ങൾ ശത്രുക്കളാവാനുള്ള സമയവും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാലത്തിൽ പറയാവുന്ന സമയം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ. ഓക്കെ. ആ കാര്യങ്ങൾക്ക് എന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് എന്താണ് ഒരു സമ്മിശ്ര ഫലമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന രാശിയാണ് തുലാം രാശി എന്ന് പറയാം കേട്ടോ. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശനി 6ലാണ്, വലിയ പ്രശ്നം അനുകൂലമാണ്. വ്യാഴം നമുക്ക് 9ലാണ് നിൽക്കുക, പാകിസ്ഥാനത്ത്. അതുപോലെ തന്നെ രാഹു 5ല്, കേതു 11 നിൽക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ എന്ന് സെപ്പറേറ്റ് പിടിഷനുകൾ എടുത്ത് കണ്ട നല്ലതായിരിക്കും. സെപ്പറേറ്റ് പിടിഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതുകൊണ്ട് ഉൾപ്പെടുത്തിയ ഒന്ന് നമ്മൾ ഇട്ടതാണ്, പിന്നീട് നമ്മൾ വീണ്ടും ഇത് ഉൾപ്പെടുത്തുമ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് മിനിമം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. കാരണം ഒന്നിട്ട വീഡിയോ ആണ്, അത് വീണ്ടും എടുത്തിട്ടുണ്ട് ആവശ്യമില്ല. സോ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് സെറ്റാക്കി കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾക്കൊന്ന് പേഴ്സണലൈസ്ഡ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനൊക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും കേട്ടോ. വൃശ്ചിക രാശിക്കാരെ വിശാഖംകാര അനിരം തൃക്കേട്ട അടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം അല്ലെ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് നോക്കാം അല്ലെ. നമ്മൾ പ്രധാനമായിട്ട് വ്യാഴത്തിനും ശനിയിനെയും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളെയും ഇന്ന് ട്രാൻസിറ്റ് അനുബന്ധമാക്കി ഒരു കമ്പൈൻഡ് പ്രിഡിക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ. മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടി ഉണ്ട്. എന്നിരുന്നാൽ പോലും മെയിൻ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഫാക്ടർ ഈ 4 ഗ്രഹങ്ങളെയാണ്. മാർച്ച് 29 2025 നമ്മുടെ ശനി രാശി മാറിയിട്ടുണ്ട്. കുംഭരാശിയിൽ നിന്ന് മീൻ രാശിയിലേക്ക്. അതിന് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തൊരു കാണണം കേട്ടോ. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വ്യാഴം മെയ് 14 ഇടവത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക്. ഓക്കെ. അതുപോലെ തന്നെ മെയ് 18 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവരെ 2 3 പേരുടെ എന്ന് വെച്ചാൽ ശനി രാഹു ഛായാഗ്രഹങ്ങളുടെ ഇവരുടെ മാത്രമായിട്ടൊരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടതിന് മുമ്പ് കാണാത്തവരെടുത്ത് കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് എടുത്ത വീഡിയോസ് ആവും. സോ അതുകൊണ്ട് അതിനകത്ത് ഇതിൽ ഉൾപ്പെടുത്താതെ ഒന്ന് പറഞ്ഞാണ് വീണ്ടും ഇത് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നമ്മള് എന്താണ് വൃശ്ചിക രാശിക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലമാണ് വൃശ്ചിക രാശി എന്ന് പറയാം കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷക്കാലമാണ്. എന്ന് വെച്ചാൽ 2026 മെയ് വരെയുള്ള എടുത്താൽ മതി. ഓക്കെ. എന്നുവെച്ചാൽ 1 വർഷക്കാലമാണല്ലോ വ്യാഴം ഉള്ളത്. സോ 1 വർഷക്കാലം എടുത്താൽ മതി. അപ്പൊ നമ്മൾ വീട്ടിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് 5ലാണ് നിൽക്കാം അല്ലെ. വ്യാഴം എന്ന് പറയുന്നത് 8ലും രാഹു 4ലും കേതു 10ലും നിൽക്കുന്ന സമയമാണ്. ശനി 5ൽ നിന്ന് നമുക്ക് നമുക്ക് എപ്പോഴും ഓരോ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഓരോ ചിന്തകൾ വെച്ചുകൊണ്ടേയിരിക്കും.
അതുപോലെ 8-ലെ വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് പണത്തിനെയും തൊഴിലിനെയും ഒക്കെ തരും. ഓക്കെ, പക്ഷെ നമുക്കൊരു തൃപ്തി കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത. അതുപോലെ തന്നെ 4-ലെ രാഹു എന്ന് പറയുന്നത് നമുക്ക് സുഖങ്ങളൊക്കെ തരും, പക്ഷെ നമുക്ക് അതിൽ എൻജോയ് ഒരു സന്തോഷം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല. നമുക്കൊരു 20 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സ് 25 വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുക എന്ന് പറയുന്നത് പഠനം, അല്ലെ? നമുക്ക് പഠനമാണ്. അതുപോലെ തന്നെ ഉപരിപഠനം, വിദേശയാത്ര, വിവാഹം, റിലേഷൻഷിപ്പ്, തൊഴിൽ, ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് പഠന സംബന്ധം, വിദേശ കാര്യങ്ങള്, അതുപോലെ തൊഴിൽ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ലതാണ്, അനുകൂലമാണ്. പക്ഷെ ഒരു ഡിലേ ഉണ്ടാവും, ഒരു താമസം ഉണ്ടാവും, ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു ഡിലേ, താമസം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു 35 വയസ്സ് വരെയുള്ളവരാണ് അല്ലെങ്കിൽ 25 വയസ്സ് മുകളിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ എനിക്ക് അനുകൂലമാണ്. അതുപോലെ ജോലി നോക്കുന്നവർക്കായാലും കിട്ടാൻ യോഗമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ്, ഇപ്പൊ വിവാഹ കാര്യത്തിലായാലും ജോബിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്ന മനസ്സിലുള്ള പങ്കാളി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. ഇപ്പം പുരുഷനാണ് ആലോചിക്കുന്നെങ്കിൽ പലതരത്തിലുള്ള കൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ. ഓരോ കൺസെപ്റ്റില്ല, മുടി നീളമുള്ളതായിരിക്കണം, നീളമില്ലാത്തയായിരിക്കണം, നല്ല കറുത്ത മുടി ആയിരിക്കണം, കറുകൂന്തലായിരിക്കണം, നല്ല ഉണ്ട കണ്ണായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഉണ്ട കണ്ണായിരിക്കരുത്, നല്ല ചബ്ബി ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു തിക്കായി അല്ലെങ്കിൽ ഒരു തിന്നായിട്ട് മെലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം വെച്ചിരിക്കണം, അല്ലെങ്കിൽ നഖം ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ. ഇനിയിപ്പോ സ്ത്രീകളെ ആലോചിക്കുന്നെങ്കിൽ പുരുഷന്മാർ നല്ല താടി ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ താടി ഇല്ലാത്തവരായിരിക്കണം, അല്ലെങ്കിൽ നല്ല മീശ ഉള്ളവരായിരിക്കണം, മീശ അല്ലെങ്കിൽ എന്താണ് ഇല്ലാത്ത, അല്ലെങ്കിൽ നല്ല മുടി വളർത്തുന്ന ഒരു പുരുഷൻ, അല്ലെങ്കിൽ മുടി നല്ല കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് നടക്കുന്ന ആളുകളെ വേണം. നന്നായി എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നല്ല ജോബ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള പല പല ഒരു കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉണ്ടാവില്ല, തന്റെ പങ്കാളി ഇങ്ങനെ ആയിരിക്കണമെന്ന്. പക്ഷെ ഇതിലൊക്കെ എന്തിനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ടൈം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നടക്കുക എന്ന് പറയാം. അപ്പൊ അങ്ങ് നടക്കില്ല എന്ന് പറയില്ല, നമുക്ക് എന്തിനൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട വരും. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കും. എന്നുവെച്ചാൽ ചില ആഗ്രഹങ്ങൾ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് എല്ലാം പുറത്ത് പറയാൻ പറ്റില്ല. ചിലതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഉള്ളിലിരിക്കുക, നമുക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ അങ്ങനെ കഴിക്കുക, കല്യാണം. ഓക്കെ, അപ്പം അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിലുള്ള പൂർണ്ണമായിട്ടും കിട്ടുന്നതില്ല. എന്തിനൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് വിവാഹം നടക്കണേ. ഇനി ജോബ് ആണെങ്കിലും നമ്മൾ അന്വേഷണം നടന്ന് ഒരു നല്ല ഇങ്ങനത്തെ ഒരു 50,000 രൂപ സാറ് കിട്ടുന്ന ജോബാണ്, പക്ഷെ നമുക്ക് ഒരു 30,000 രൂപയ്ക്ക് ജോബ് വന്ന് നമുക്ക് ചിലപ്പോൾ കയറേണ്ട സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ അവിടെ കയറിയാൽ നമുക്ക് ജോബ് കിട്ടും. 50,000 തന്നെ നോക്കിയെന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, പക്ഷെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ, ഇപ്പൊ തൊഴിലായാലും വിവാഹ കാര്യങ്ങളിലായാലും അങ്ങനെയാണ്. ഒരു 25 വയസ്സ് മുകളിലോട്ട് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ. അതുപോലെ തന്നെ 35 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾ, ഒരു ഭവനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണം, അല്ലെങ്കിൽ കുറച്ച് ജുവൽസ് വാങ്ങണം. ഇതൊക്കെ വാങ്ങാൻ പറ്റും ചോദിച്ചാൽ വാങ്ങാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കടങ്ങളും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ കടങ്ങൾ ഡെപ്ത് കൂടാനുള്ള ചാൻസ് കൂടിയ സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ. മാനേജ് ഇല്ലാതെ, കൃത്യമായ പ്ലാൻ ഇല്ലാതെ ചുമ്മാ കടങ്ങൾ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭാവി പ്രശ്നമാവും. ഓക്കെ, കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ കടങ്ങൾ വാങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 45 വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു 45 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ച് പോവാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഓക്കെ, ആരോഗ്യ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് സൊല്യൂഷൻ കിട്ടും, നമുക്ക് മാർഗങ്ങൾ കിട്ടും. കൃത്യമായിട്ട് ആ മരുന്നുകളൊക്കെ സേവിച്ച് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കത് നോക്കിക്കഴിഞ്ഞപ്പോൾ 60 വയസ്സ് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ആവറേജ് ആയി പോകുന്ന സിറ്റുവേഷൻ തന്നെയായിരിക്കും. നിങ്ങളുടെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട്. ഓക്കെ, പൊതുവെ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും ചോദിച്ചാൽ ജോലി കിട്ടും, വിവാഹം നടക്കും ചോദിച്ചാൽ വിവാഹം നടക്കും, ബിസിനസ് നടക്കാൻ പറ്റുമെങ്കിൽ ബിസിനസ് നടക്കും. പക്ഷെ നമുക്ക് എന്തൊരു കാര്യം നടക്കുക എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഒരു കാര്യത്തിൽ കോംപ്രമൈസ്, അല്ലെങ്കിൽ കുറച്ച് താമസം, ഡിലേ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അതിന് നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ ഒരു കാര്യം നടക്കുമ്പോൾ ചെന്ന് ചാടുമ്പോഴേ നടക്കേണ്ട നിർബന്ധം. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാശി തന്നെ 8ാമത്തെ രാശിയാണ്. സോ നിങ്ങൾക്ക് പൊതുവെ കൂടെ തന്നെ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉള്ളവരെ തന്നെയാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് അടക്കം പ്രശ്നങ്ങൾ വരും പോകും എന്നുള്ള രീതിയാകുമ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ.
നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അധ്വാനിച്ച് ഒന്ന് വർക്ക് ചെയ്യേണ്ട അടുത്ത് കുറച്ച് ഇരട്ടി വർക്ക് ചെയ്ത് നേടിയെടുക്കേണ്ടവരാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യൻസ്, സമാധാനം, നിങ്ങളൊരു കാര്യത്തിൽ ചെന്ന് ചാടി അന്നേരം തന്നെ വിജയിക്കുമെന്ന് ചോദിച്ചാൽ വിജയിക്കില്ല. കുറച്ച് ടൈം എടുക്കും, ഡിലേ അടിക്കും. ഓക്കെ, കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്കോടെ തന്നെ പോവാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടും. ഇത് മാറുന്നതനുസരിച്ച് വേരിയ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കടങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ പ്ലാനും കൃത്യമായിട്ട് അതിന് ഫിനാൻഷ്യൽ ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അതല്ലെങ്കിൽ എടുത്തു വെക്കല് പ്രശ്നമാവും. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കടങ്ങളും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് ഫുൾ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ലോൺ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലോൺ ആയിരിക്കും. സോ അവിടെയും നമുക്ക് ഡെപ്ത് കൂടി. അതുപോലെ ഒരു വീട് പണിയെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്താണ്, വീട് പണിയാൻ ഫുൾ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എല്ലാവരും തന്നെ വീട് പണിയാൻ ലോൺ എടുത്തിട്ട് ഇതാക്കിയായിരിക്കും. പിന്നെ കുറച്ച് ആളുകൾ മാത്രമാണ് ലോൺ എടുക്കാതെ വീട് എടുക്കുന്നതുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ലോൺ എടുക്കേണ്ട സിറ്റുവേഷൻ വരിക. ചില കാര്യങ്ങൾ മേടിക്കുമ്പോൾ EMI ആയിട്ട് എടുത്തുക. EMI എടുത്ത് വെച്ചാലും ഡെപ്ത് കഴിഞ്ഞാലേ കടമില്ല, നമ്മൾ തന്നെ അടിക്കണ്ടേ, വേറെ ആരുമില്ലല്ലോ അടിക്കാൻ. സോ നമ്മൾ തന്നെ അടിക്കാം. സോ കടങ്ങൾ കൂടും. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങുമ്പോഴായാലും നമുക്ക് അതിനനുസരിച്ച് ഡെപ്തും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു കാര്യം ഇറങ്ങുമ്പോൾ ആവശ്യമാണ് നോക്കി മാത്രം അതിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയാം. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം കൈവിടല്ല. ചില സമയത്ത് നിങ്ങൾ അതിനെ ഒന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ ആ നിങ്ങൾ തന്നെ മാക്സിമം ബൂസ്റ്റ് ആവാൻ നോക്കുക. കാരണം നിങ്ങളെ ബൂസ്റ്റ് ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് സ്വയമായ തിരിച്ചറിവുകളാണ്. ചില സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, പക്ഷെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ചിലർ വരും ഞാൻ എന്റെ വീക്ക്നെസ്സിൽ ഫോക്കസ് ചെയ്ത് അതിന്റെ സ്ട്രെങ്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ വീക്ക്നെസ് നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊന്ന് ഡെവലപ്പ് ആയാലും നമുക്ക് ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ വീക്ക്നെസ് ഒന്ന് കണ്ടുപിടിച്ച് ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒന്ന് ബിൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അടുത്ത ടെൻഷൻ നിറയ്ക്കേണ്ട, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടോ. എല്ലാ കാര്യങ്ങളും നടക്കും, പക്ഷെ കുറച്ച് ഡിലേയോ എന്തെങ്കിലും താമസങ്ങളോ കുറച്ച് ഡിലേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ട വരുമെന്ന് മാത്രമേ കേട്ടോ. ധനുരാശി അല്ലേ, ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക. അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എങ്ങനെയുണ്ട്, ഒരു വർഷക്കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാർച്ച് 29 ശനി രാശി മാറിയത് അല്ലെ, കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക്, വ്യാഴം മെയ് 14 ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്. അതുപോലെ തന്നെ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കള് എന്ത് ചെയ്തിട്ടുണ്ട്, മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിൽ നിന്ന് ചിങ്ങത്തിൽ രാശിയിലേക്ക് രാശി മാറിയിട്ടുണ്ട് മെയ് 18. അപ്പൊ ഏകദേശം എല്ലാ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ നടക്കുന്ന ഒരു സംവത്സരം എടുക്കുകയാണെങ്കിൽ മെയ് മാസമാണ്. സോ ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ എന്ന് പറയുമ്പോൾ 2026 മെയ് വരെ എന്താണ് ഉള്ള ഫലമാണ് പറയാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തേക്കണ ഈ ഒരു പിടിഷൻ പറയാൻ വേണ്ടി എടുത്തേക്കണ ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ്. എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളുടെയും എടുത്തിട്ടുണ്ട്. നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തേക്കണ ഈ 4 ഗ്രഹങ്ങളാണ്. ഇവരുടെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുന്നത് ഉത്തമമായിരിക്കും. കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഉൾപ്പെടുത്തി പറയുകയാണ്, ഇന്ന രാശി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന ഫലങ്ങളാണ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് പിന്നെ കമ്മിയും പറയാൻ നിന്ന് കഴിയുമ്പോൾ ഒന്ന് ഇട്ട വീഡിയോ ആണ്, വീണ്ടും അത് റീപോസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് കൂടും, 30 മിനിറ്റ് 40 മിനിറ്റിലോട്ട് വരും. അതുകൊണ്ടാണ്. ഓക്കെ, അതും കാണുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു. സോ നമുക്ക് ധനുരാശി നോക്കാം. ധനുരാശി നോക്കുമ്പോൾ ഞാനിവിടെ പാട്ടുകൾ എടുത്തിരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇത് പറഞ്ഞുതരാം. കാരണം എന്താണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4ലാണ് ശനി എന്ന് പറയുന്നത് അല്ലെ, 7ലാണ് വ്യാഴം എന്ന് പറയുന്നത്, 3ലാണ് രാഹു, അതുപോലെ തന്നെ ശിഖി എന്ന് പറയുന്ന കേതു എന്ന് പറയുന്നത് 9ലാണ് നിൽക്കുക. ഓക്കെ, ഇവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ധനുവിലേക്കുണ്ട്, നേർദൃഷ്ടി വ്യാഴത്തിനുണ്ട്. അതുപോലെ തന്നെ 4 നമുക്ക് എന്താണ് ശനി നിൽപ്പുണ്ട്, മാതി നിൽപ്പുണ്ട്. ഇവിടെ നോക്കി നമുക്കൊരു നമ്മളിലേക്ക് നേർദൃഷ്ടി വ്യാഴത്തിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് മൈൻഡ്, ഫ്രഷ് തോട്ട് ഒക്കെ വരാനും, നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും, നമ്മുടെ ചിന്ത കുറച്ചുകൂടി എന്താണ് കറക്റ്റായി വരാനും,
ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും എന്താണ് ഒരു ഇതായിട്ട് മംഗളായിട്ട് വന്നാൽ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഓരോ കാര്യങ്ങൾ കിട്ടുക. നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി എന്താണ് ഒരു ബ്രൈറ്റ് ആവുന്ന ഒരു അവസ്ഥ, കുറച്ചുകൂടി നമ്മുടെ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയില്ല, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ 4 നമുക്ക് ശനി വന്നേക്കണുണ്ട്. നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഡിലേ വരുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുമായിട്ട് ഒരു അഡ്വൈസ് ഒക്കെ എടുക്കുന്ന, അല്ലെ നമ്മുടെ എൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു കാര്യത്തിൽ നോളജ് ഉള്ളവരുമായിട്ട് സംസാരിക്കുന്നതും ആ നിമിത്തം കുറച്ചുകൂടി നോളജ് ഒക്കെ അക്യൂർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. ഓക്കെ, ഒരു അഡ്വൈസ് നമ്മളൊരു സ്ഥലത്ത് ബ്ലോക്ക് ആയി അവിടെ നിന്ന് അടുത്ത അഡ്വൈസ് എടുത്ത് മുന്നോട്ട് പോവാം. അഡ്വൈസ് എടുക്കുമ്പോൾ നമ്മൾ പറയാമെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി. ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളാണ് വിചാരിക്കുന്ന പലരും നമ്മുടെ ശത്രുക്കളായിരിക്കാം. ഓക്കെ, നമ്മുടെ മുമ്പില് മിത്രങ്ങളും നമ്മുടെ പുറകിൽ ശത്രുക്കളായി നിൽക്കുന്ന കുറെ പേരുണ്ടാവും. സോ നിങ്ങളൊരു പെയ്ഡ് കൺസൾട്ടേഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെച്ചാൽ ആ ഫീൽഡ് അവരെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ പോയി കൺസൾട്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. ഇനി അതല്ലേ നിങ്ങൾക്ക് പരിചയമില്ല ഇന്ന കുറച്ച് ബിസിനസ് കാര്യങ്ങളെങ്കിൽ നമ്മളെ കഴിഞ്ഞാൽ ആ ഫീൽഡ് വേറെ നമ്മുടെ സ്ഥലത്തല്ല വേറെ സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നവരായിട്ട് കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നോളജ് അക്യൂർ. കാരണം ആ ഒരു കാര്യത്തിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കേണ്ടി വരും. കാരണം എല്ലാ ബിസിനസ് ഓണേഴ്സ് ഫ്രീ ആയിരിക്കില്ല. സോ അങ്ങനത്തെ എല്ലാത്തൊരു കാര്യം ഇപ്പം സ്റ്റുഡൻസ് ഒരു കരിയർ ഗൈഡൻസ് ആണെങ്കിൽ അതിന് പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എടുക്കാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആവും. കാരണം ഒരു കാര്യം ഫ്രീ ആയിട്ട് അക്യൂർ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്തായാലും ഇതെന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ, അപ്പം ഇങ്ങനെ ചിന്ത ഒരു ഇത്രയൊക്കെ മതി എന്നൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ അവിടെ എന്തിനും പേയ്മെന്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് കുറച്ചുകൂടി അവരുടെ എന്താണ് ഒരു ഫുൾ എഫേർട്ട് എടുത്ത് തന്നെ അവരത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ സന്താനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. ഓക്കെ, കരിയർ ഗൈഡൻസ് കാര്യം ഇനി മെഡിക്കൽ ഇതിന്റെ കാര്യത്തിലായാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ ഗൂഗിളിൽ നോക്കാതെ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യാതെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഇന്ന ലക്ഷണങ്ങളുണ്ട്, അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ എനിക്കും ഉണ്ട്, അപ്പൊ എനിക്ക് ഈ അസുഖം ആണോ, ഈ ചിന്ത വരണ്ട. നിങ്ങൾക്കൊരു ഇതൊന്നു നിങ്ങൾ കൃത്യമായിട്ടൊരു എന്താ ഫിസിഷ്യനെ പോയി കാണുക, ഒരു ഡോക്ടറിനെ പോയി കാണുക. അത് അലോപ്പതി തന്നെ വേണമെന്നില്ല, ആയുർവേദം പോയി കാണാം, ഹോമിയോപ്പതി കാണാം, അക്യുപഞ്ചർ കാണാം, അതല്ലെങ്കിൽ നാച്ചുറോപ്പതി കാണാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹോളിസ്റ്റിക് അപ്രോച്ച് യൂസ് ചെയ്യാം. ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെന്റ് ഏതാണ് അതെടുക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു ഡൗട്ട് ഒക്കെ ആണെങ്കിൽ എന്താണ് അറിയില്ല അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വൈദ്യന്റെ നല്ലൊരു ആയുർവേദം പഠിച്ച നല്ലൊരു വൈദ്യൻ ഉണ്ടാവും. അപ്പൊ ആ വൈദ്യന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് രോഗമുണ്ടോ രോഗമില്ല എന്നൊരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഹോസ്പിറ്റൽസ് ഇല്ലേ, സോ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പോവുക, അവിടെ പോയി കൺസൾട്ട് ചെയ്യുക. ഓക്കെ, അവിടെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ഓക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടോ ഇല്ല, ഞാൻ ചെല്ലുമ്പോൾ പറയും എനിക്കൊരു സംശയമാണ്, ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ അസുഖം എനിക്കുണ്ടോ ഡൗട്ട് ഉണ്ട്, അപ്പൊ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പം എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, മീൻസ് ഓപ്പൺ ആയിട്ട് പറയും. എന്നുള്ള കാര്യം നമ്മളൊരു കൺസൾട്ടേഷൻ പോകുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം കൃത്യമായിട്ട് മറുപടി കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വന്നേക്കുന്ന ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട് അവരോട് പറഞ്ഞാൽ മാത്രമേ അവർക്കത് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം മറച്ചു വെക്കാൻ പാടില്ല. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓപ്പൺലി സംസാരിച്ചാലാണ് ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ രോഗങ്ങൾ എന്താണ് മനസ്സിലാക്കി അത് ഇന്ന രോഗമാണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന്റെ എന്താണ് ഈ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞാൽ മതി, അത് അവർക്ക് മനസ്സിലാക്കിയെടുത്ത് ബാക്കി അവർ പഠിച്ചു വെച്ച് അവർ സെറ്റ് ചെയ്തോളും. ഓക്കെ, അല്ലാതെ ഒന്നും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എല്ലാ അസുഖങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ പറയുന്നെങ്കിൽ ചുമ്മാ പറഞ്ഞാൽ അവർ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞ ഒരാളുടെ അസുഖം കണ്ടു കഴിഞ്ഞപ്പോഴാണോ നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് ഡൗട്ട് അടിക്കണേ, അങ്ങനെ അവരോട് പറയാം. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്കൊരു തോട്ട് വന്നതാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ വിവാഹ കാര്യങ്ങള്, വിദേശ യാത്ര, വാഹന കാര്യങ്ങള്, വീട്, അതുപോലെ ഉപരിപഠനത്തിനൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. ആരോഗ്യ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ പേരൻസിന്റെ ഹെൽത്ത് നോക്കിയാൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. കടങ്ങളൊക്കെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടും. സന്താന കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അവസ്ഥ പറയാൻ പറ്റും. സന്താനങ്ങളുടെ വിഷയത്തിലടുത്ത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. വിവാഹ കാര്യത്തിലായാലും നിങ്ങൾ പങ്കാളികളായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ സോൾവ് ആവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ തീരുമാനം കിട്ടും. ഒന്നുകിൽ അത് സോൾവ് ആയി നിങ്ങൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ട് ആയിട്ട് അവര് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ബാക്കി നോക്കി പോകാൻ പറ്റും. അതുപോലെ വിവാഹ യോഗമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ യോഗമൊക്കെ പറയാൻ സമയമാണ്. പ്രൊമോഷൻ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു പൊസിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള ടൈമാണ്.
ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയം കിട്ടുന്ന ടൈമാണ്. അതുപോലെ തന്നെ അതിന്റെ കല്യാണം കഴിച്ചാണ്, ഇപ്പൊ ഡൈവോഴ്സ് ആണ്. അപ്പൊ എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ, സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ, നോക്കാവുന്നതാണ്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് രണ്ടാമത്തെ വിവാഹമൊക്കെ നോക്കാവുന്നതാണ്. സന്താന ഭാഗ്യം, ഇപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞു, സന്താനം വേറെ കാലമായിട്ടില്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിന് ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖമൊക്കെ മാറിക്കിട്ടി സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നമുക്കൊരു നല്ല അവസ്ഥ വരുന്ന ടൈം തന്നെയാണ്. നല്ലൊരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം മാറിക്കിട്ടുന്ന ടൈം തന്നെയാണ്. കൃത്യമായി ഈശ്വര പ്രാർത്ഥനയും നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി കൃത്യമായി നമ്മൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുക കേട്ടോ. മകരരാശി അല്ലേ, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം. ഓക്കെ, മകരരാശിക്കാര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 29 മാർച്ചിന് ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുംഭരാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് അല്ലെ, നമ്മുടെ ശനി നമ്മളെ വിട്ട് മാറിയ ടൈമാണ്. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുന രാശിയിലേക്കും, മെയ് 18 നമുക്ക് രാഹു കേതുക്കള് ഛായാഗ്രഹങ്ങള് രാശി മാറിണ്ടായിരുന്നു. മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്ക് രാശി മാറിണ്ടായിരുന്നു. സോ ഏകദേശം നോക്കി നമ്മൾ ഒരു വർഷത്തെ ഫലമാണ് പറഞ്ഞത്, കാരണം വ്യാഴം ഒരു വർഷമാണ് നിൽക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 2026 മെയ് വരെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസിഷന്റെ ഒരു കമ്പൈൻഡ് പ്രിഡിക്ഷൻ ആണ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ 4 ഗ്രഹങ്ങളെയാണ്. എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളും അതിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാനമായിട്ട് നമ്മൾ നോക്കി ഈ 4 ഗ്രഹങ്ങളുടെ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ 4 ഗ്രഹങ്ങളുടെ രാശിയുടെ മാറ്റം ഓരോ മകര രാശിക്ക് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരിടത്ത് കാണുക, അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് കാണുക. ഓക്കെ, ഇത് കണ്ടിട്ട് അത് കാണുക, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക. ഓക്കെ, എന്തായാലും കാണുക. കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഐഡിയാസ് കിട്ടും. നിങ്ങളെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്ടേഷൻസ് തരാനുള്ള ഒരു വീഡിയോസും ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുകേതുമായിട്ടൊക്കെ വീഡിയോ കണ്ടന്റ് ആയിട്ട് ഏകദേശം 2 മിനിറ്റ് താഴെയാണ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, മറ്റേ വ്യാഴവും ശനിയും എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. രാഹു കേതുമായിട്ട് 2 മിനിറ്റ് ഏകദേശം. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അതിന് അഫക്റ്റ് ആവുന്ന ഏരിയാസ് മാത്രമേ നമ്മൾ എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും. ഓക്കെ, അതുപോലെ തന്നെ മകരരാശിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് 3-ലാണ് നിൽക്കുക. ഓക്കെ, വ്യാഴം എന്ന് പറയുന്ന 6-ലും, സർപ്പം അതായത് രാഹു എന്ന് പറയുന്നത് 2-ലും, കേതു എന്ന് പറയുന്നത് 8-ലാണ് നിൽക്കുക. ഓക്കെ, നിങ്ങളിപ്പോ ഏത് ഏജിലുള്ളവരും ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ, ഓക്കെ, നിങ്ങളുടെ ഒരു ഫുൾ ഔട്ട്കം. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല മാറ്റങ്ങളും, നമ്മളിപ്പോ കുറെ ദുഃഖങ്ങൾ പല സങ്കടത്തിലൂടെ കടന്നു വന്നവരാണ്. നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു. സോ അതിൽ നിന്നൊരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത് നമുക്കൊരു വെളിച്ചം കിട്ടും. നമുക്കൊരു വെളിച്ച പ്രകാശം, ഇരുണ്ട മുറിയിൽ നിന്നൊരു വാതിൽ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രകാശം നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ചിലവർക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവും, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഓക്കെ, ഒരു പ്രധാന പ്രശ്നമാണ്. അല്ല, ആദ്യമേ തന്നെ ഞാൻ വേറെ ദോഷങ്ങളാണ് മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എനിക്കെന്നും കഷ്ടകാലമാണ്, എനിക്കെന്നും ദുഃഖങ്ങളാണ്, എനിക്കെന്നും വേദനകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമേ കഷ്ടകാലമുള്ളൂ. ഈ ഒരു ചിന്തകള് എന്നും നമ്മളെ ആ കഷ്ടകാലത്തിലേക്ക് തന്നെ വിടുള്ളൂ, മുമ്പോട്ട് കൊണ്ടുപോയേയില്ല. നിങ്ങൾക്ക് എത്ര ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര നന്മകൾ വരുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്താണ് ഡെവലപ്പ് ആവാനേ പോകുന്നില്ല. അത് ഒരു രാശിക്കാരും ഈ ഒരു മൈൻഡ് സെറ്റോട് നിന്ന് ഒരിക്കലും ഡെവലപ്പ് ആവില്ല. ഓക്കെ, അപ്പൊ മകരത്തിന് അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിലീവ് ചെയ്യുക, എനിക്ക് നല്ല ടൈമാണ്, എന്നിലേക്ക് നല്ലത് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. സോ എനിക്ക് എന്റെ മുമ്പിൽ ഇനി നടക്കുന്ന കാര്യങ്ങൾ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഇത്ര നാളും ദുഃഖത്തിലോടും വിഷമത്തിലോടും സങ്കടത്തിലോടൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്ര നാളും എപ്പോഴും ദുഃഖമായിരുന്നു, സങ്കടമായിരുന്നു, വിഷമമായിരുന്നു. സോ ഇപ്പോഴും നമ്മുടെ മൈൻഡില് നമ്മുടെ സബ് കോൺഷ്യസിന് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. കാരണം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ദുഃഖത്തിലും സങ്കടത്തിലും വിഷമത്തിലും എന്താണ് കണ്ണീരിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു വന്നത് മകരരാശി. സോ പെട്ടെന്ന് അതിൽ നിന്ന് ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം നമുക്ക് കോൺഷ്യൻസിലുണ്ടെങ്കിൽ സബ് കോൺഷ്യസിൽ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇനി സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക, നല്ല സമയമാണ്, നല്ലതാണ് നടക്കുന്നതാ. ഓക്കെ, വീഡിയോസ് എടുത്ത് കാണുക. ഓക്കെ, എന്നിട്ട് ഉറപ്പിക്കുക. ഓക്കെ, ആ ഒരു വീഡിയോസ് കണ്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസും ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. മകരരാശിക്കാരുടെ എല്ലാ രാശിയിലും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ മകരരാശിയുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ മകരരാശിയിൽ നിങ്ങൾ വീട്ടിൽ മകരരാശി ഉണ്ട്, അതുകൊണ്ടായിരിക്കും കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഉറപ്പിക്കുക, ബിലീവ് ചെയ്യുക, പോസിറ്റീവായിട്ട് ബിലീവ് ചെയ്യുക. അതുപോലെ ഇനി നെഗറ്റീവ് ചിന്തിക്കുകയോ ചെയ്യില്ല. നമുക്ക്
നമുക്ക് എതിരായിട്ടുള്ളവരും ആരുടെയും നെഗറ്റീവ് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. അതിലെ പ്രാകുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയേക്കുക. അതൊക്കെ നമുക്ക് നെഗറ്റീവായി വരുന്ന എഫക്റ്റുകളാണ്. അവർക്കല്ല നമുക്ക് നെഗറ്റീവായ എഫക്റ്റ് ആവുന്നത്. അതല്ലാതെ നോർമൽ ഒരാൾ സംസാരിക്കുമ്പോൾ അവൻ എന്താണ് ഇതായി പോണം, അല്ലെ അവന് ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവരല്ല ഗതി പിടിക്കാതിരിക്കാൻ, നമ്മൾ തന്നെയായിരിക്കും ഗതി പിടിക്കാതിരിക്കണേ. സോ ആ തോട്ടുകളൊക്കെ മാറ്റുക, ആ ചിന്തകളെ മാറ്റുക. കാരണം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങൾ ചെയ്തതായിരിക്കും, ഒത്തിരി ദുഷ്ടതകൾ ചെയ്തതായിരിക്കും. എന്തും ആയിക്കോട്ടെ, എല്ലാം എന്താണ് മുകളിലിരിക്കുന്ന ആൾ കാണുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കൃത്യമായിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മൾ വേറൊരാളുടെ ദോഷം ആഗ്രഹിക്കാതെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മളെ വേദനിപ്പിക്കണം, നമ്മളെ ദുഃഖിപ്പിക്കണം, നമ്മളെ സങ്കടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാശം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ഓക്കെ, അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർ എന്തായാലും അനുഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ചെയ്യാം. നമ്മൾ ഇന്നലെ വരെ എങ്ങനെ ആയിക്കോട്ടെ, ഇന്ന് മുതൽ നമ്മൾ നന്നായി കാണുക, പോസിറ്റീവ് ആയിരിക്കുക. പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അന്നദാനങ്ങളൊക്കെ നടത്തുക. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക കേട്ടോ, അല്ലാതെ അല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു യാത്രയുടെ ഒരു പുതിയ പാത നമുക്ക് കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ പാതയിലേക്ക് കയറുന്ന ഒരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലായാലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ബിലീവ് ചെയ്യുക. എനിക്ക് ദുഃഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എനിക്ക് നന്മയാണ് വരാൻ പോകുന്നത്, ഞാൻ നല്ല സെറ്റ് ആവുകയാണ്, പഠന കാര്യങ്ങളിലായാലും ഈ പരീക്ഷയ്ക്ക് ഞാൻ വിജയിക്കുമോ എന്ന് ഡൗട്ട് അടിക്കാതെ വിജയിക്കും, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വിജയിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഏറ്റവും മേജർ പോർഷൻ എന്ന് പറയുന്നത്. അതാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. പഠിക്കുക, അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കുക. അപ്പൊ എന്ത് ചെയ്യും? മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ പഠിക്കാതിരുന്നിട്ട് ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ഏതാണ് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുള്ളൂ. ആ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലേ മാർക്ക് ഇടുന്നവർക്ക് എന്തെങ്കിലും മാർക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ആ കാര്യങ്ങൾ നോക്കുക. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും നമുക്ക് അനുകൂലമായിട്ട് അവസ്ഥയിലൊക്കെ കിട്ടും. സന്താന ഭാഗ്യത്തിൽ നോക്കുന്നവർക്ക് അനുകൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി മുമ്പോട്ടെന്ന് പറയുന്നത് കേട്ടോ. ഈ ടൈം എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലത്ത് വലിയ തടസ്സങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വിദേശ യാത്രകൾ പറയാൻ സമയമാണ്. തൊഴിൽ നോക്കുകയാണെങ്കിൽ അനുകൂലമാണ്. ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. നമ്മുടെ കടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്ന സമയമായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഈ സമയത്ത് നമ്മൾ വലുതായിട്ട് ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ നമുക്ക് നേടി നിൽക്കുന്നതായി വിശ്വസിക്കാം. നമ്മൾ എന്താണ് പോസിറ്റീവ് ആവുന്നത് വിചാരിക്കുക. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ടൊരു ഫീൽ കിട്ടുന്നില്ല എന്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യം ഡെയിലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനെ ഡെയിലി ആരാധിക്കുക. ഇഷ്ടമുള്ള ദേവന്റെ മന്ത്രം നിങ്ങളാൽ പറ്റുന്ന അത്ര തവണ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. അത് ഒച്ചയിൽ പറയുന്നതല്ല, നമ്മൾ മനസ്സിൽ നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എപ്പോഴും നമ്മൾ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഇവിടെ തന്നെ എന്താണ്, താരെ കമന്റ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ പേരും കൂടി താരെ കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇഷ്ടദേവന്റെ മന്ത്രം താരെ കമന്റ് ചെയ്യാം. ആ ഒരു കമന്റ് എഴുതുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് എഴുതുമ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു. ഓക്കെ, കമന്റുകൾ നോക്കുന്ന ആളുകളുണ്ടാവും. കമന്റ് നോക്കുന്നവരും എന്താണോ ഒരാണ് ഈ കമന്റ് എന്താ അവരും ഒന്ന് കണ്ണോടിച്ചു. സോ ഒന്ന് വായിച്ചു. സോ നമ്മൾ ചെയ്തൊരു പോസിറ്റീവ് എഫക്റ്റ് കാരണം നമ്മളൊരു പോസിറ്റീവ് ഇൻപുട്ട് ഇട്ടു. സോ നമ്മൾ ഇട്ടതുപോലെ തന്നെ മറ്റുള്ളവർ ഇടുമ്പോൾ അവരിടുന്ന കമന്റ് നിങ്ങളും കാണുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് എനർജി എന്ത് ചെയ്യും? നിറയും. ഓക്കെ, ഒരു നെഗറ്റീവ് നോക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാക്കും. അതുപോലെ ഇതുവരെ നമുക്ക് റിസൾട്ട് ആയാലും നമ്മുടെ ജാതകവും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണ്, നമുക്കൊരു പോസിറ്റീവ് നല്ല ടൈം വരുമ്പോൾ നമുക്കത് കിട്ടണം, അനുഭവിക്കണം. പറ്റിയില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചാലേ നമുക്ക് ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമ്മളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ചെയ്യുക കേട്ടോ. പക്ഷേ ഈ ബിലീവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓട്ടോമാറ്റിക്കലി അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഹാപ്പി ആയിട്ട് തന്നെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും കേട്ടോ. ഇത്രയ്ക്ക് കുംഭരാശി. അവിട്ടമര, ചതയം, പൂരുട്ടാതി, മുക്കാട്, കുന്ന രണ്ടാമത് നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലെ. കുംഭരാശിയെ സംബന്ധിച്ചുള്ള ഫലമാണ് നോക്കുക. നമുക്കറിയാം, മാർച്ച് 29 ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നൊരു ഫാലം നമ്മളുടെ അടുത്ത് നിന്ന് മാറിയേക്കാണ്. നമ്മൾ ആ ഫാലം അങ്ങ് ഇറക്കി മാറ്റി കൊടുത്തേക്കുവാണ്. ഓക്കെ, ഇത്ര നാളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നല്ലൊരു വെയിറ്റ്, ശനി എന്ന് പറയുന്ന ഒരു വലിയ വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് മാറി. ഓക്കെ, ശനി തലയ്ക്ക് മുകളിൽ നിന്ന് മാറി. ഓക്കെ, ശനി ഇപ്പൊ നിൽക്കുക 2-ലാണ്. അതുപോലെ വ്യാഴം എന്ന് പറയുന്നത് മെയ് 14
ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറി. ഓക്കെ, അതായത് 5ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം നിൽക്കുക എന്ന് പറയാം. അതുപോലെ രാഹു കേതുക്കള് മെയ് 18 രാശി മാറുന്നുണ്ട് അല്ലെ, മാറി. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുംഭക്കാർക്ക് മീനത്തിൽ നിന്ന് കുംഭരാശിയിലേക്കാണ് രാഹു വന്നത്. അതുപോലെ തന്നെ കേതു എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വന്നേക്കണേ, കന്നിയിൽ നിന്നും ചിങ്ങരാശിയിലേക്കാണ് വന്നേക്കണേ. ഓക്കെ, 7ാം ഭാവത്തിലാണ് കേതു നിൽക്കുക. ജന്മത്തിൽ രാഹു 7 കേതു നിൽക്കുന്ന സമയമാണ്. അപ്പം ആളുകൾ ചോദിക്കും, ഓട്ടോമാറ്റിക്കലി ശനി മാറി, അപ്പം രാഹു വന്നില്ലേ? പക്ഷെ ശനിയുടെ കയറി നിൽക്കുന്ന ഭാരം ഇല്ലല്ലോ രാഹുവിന്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ശനിയുടെയും രാഹുവിന്റെയും മാറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമോ? പൊതുവെ നോക്കിക്കഴിഞ്ഞ് ഈ ഒരു വർഷക്കാലത്ത് എന്തെങ്കിലുമൊക്കെ നന്മകൾ നടക്കുമോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ടുള്ള നന്മകൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലായാലും നല്ല കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനം നമ്മുടെ ശനി മാറുന്നത് തന്നെയാണ്. ശനി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുംഭൻ രാശിയിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് മിഥുനം രാശിയിലാണ് നിൽക്കുക അല്ലെ. മിഥുനത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് വ്യാഴം നിൽക്കുന്ന പൊസിഷനിൽ 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കുംഭമാണ്. ഇപ്പൊ കുംഭത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറെ കാലം നിൽക്കും. രാഹു നൽകുന്ന കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ മാറും. സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി പറയാം, അല്ലെങ്കിൽ സാമ്പത്തിക വരവ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. കുടുംബത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുമെന്ന് ചോദിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ ടൈമാണ്. ജോബ് കിട്ടുമെന്ന് ചോദിച്ചാൽ ജോബ് കിട്ടാനുള്ള സമയമാണ്. അതുപോലെ തന്നെ കടങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കടങ്ങൾ കുറയുന്ന സമയമാണ്. ഭാഗ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭാഗ്യത്തെ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഭാഗ്യം ഉണ്ട്, ഇല്ലാതില്ല. ഭാഗ്യക്കേട് എന്ന് പറയാനില്ല. ഭാഗ്യം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, എന്നാലും ഫേവർ ആണ് ഈ കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ വെച്ചാൽ ബന്ധുക്കളുമായിട്ട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ആരോഗ്യ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പരിഹാരം കിട്ടുന്നതുകൊണ്ടാണ് സോൾവ് ആവുമെന്ന് പറയണത്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ബിലീവ് ചെയ്യുക, നല്ലത് നടക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ആ കൺഫ്യൂഷൻ തിങ്കിങ് നമുക്ക് ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിക്കുക, ഇഷ്ടദേവന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ, കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക. ഒക്കെ ചെയ്യുന്നതോടെ നമുക്ക് കുറച്ച്, അതായത് നമുക്ക് ഒരു തെറ്റ് വരും, അയ്യോ എനിക്ക് തെറ്റ് പറ്റിയില്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കാതെ ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ മിസ്റ്റേക്ക് പറ്റിയ അതിൽ നിന്ന് പഠിക്കുക. ഓക്കെ, നമ്മളൊരു ഒരു മിസ്റ്റേക്ക് മേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് ലേൺ ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് മിസ്റ്റേക്കിൽ നിന്ന് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാൻ സാധിക്കും. കാരണം വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ ലേൺ ചെയ്തില്ലെങ്കിൽ വീണ്ടും ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ലേൺ ചെയ്യുക. അതിപ്പോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോ തൊഴിൽ സംബന്ധമൊക്കെ ആയിരിക്കണം, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു തവണ പറ്റിയ മിസ്റ്റേക്ക് പിന്നീട് പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അത് ഏറ്റെടുക്കുക, സ്വയം ഏറ്റെടുത്ത് അതിന് എന്താണ് അപ്പൊ അതിന് പരിഹാരം എന്താണ് അത് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ ചെയ്തില്ല വേറൊരാളുടെ പേരിൽ, അല്ല അവൻ കാരണമാണ് ഞാൻ തോറ്റല്ലോ, അവൻ കാരണമാണ് എന്റെ തൊഴിൽ നഷ്ടം വന്നത്, കൃത്യമാണ് മനസ്സിലാക്കുക ആര് കാരണം. നമുക്ക് നമ്മൾ ഡ്യൂട്ടി കാണിച്ച എന്തെങ്കിലും തെറ്റായ കാരണമാണ് നമ്മൾ ജോലിന് വിട്ടതും പിരിച്ചു വിട്ടത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കാൻ കാരണം ഞാൻ കാരണമാണോ, ഞാൻ ശരിക്കും പഠിക്കാത്തവനാണോ, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാത്തവനാണോ, അല്ലെങ്കിൽ അല്ലാതെ അതിന് വേറൊരാളുടെ മേലിൽ പരി വെക്കാതെ കൃത്യമായിട്ട് ആ പരി നമ്മൾ തന്നെ ഏൽക്കുക. നമ്മൾ കാരണമായെങ്കിൽ നമ്മൾ തന്നെ ഏൽക്കുക. സോ അത് ഏറ്റു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തു, അപ്പൊ എന്താണ് ഈ മിസ്റ്റേക്ക് ഇനി ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, എനിക്കൊരു കാര്യം മനസ്സിലായി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നല്ല കാര്യം ബിലീവ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ നടക്കും. എപ്പോഴും കഷ്ടകാലങ്ങൾ മാത്രം നടക്കുന്ന സമയമല്ല കുംഭരാശിക്കാർക്ക്. നമ്മൾ പരിശ്രമിച്ചാൽ, നമ്മൾ ട്രൈ ചെയ്താൽ, നമ്മളെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. കുറച്ച് ഡിലേ ആയിട്ട് അതിന് റിസൾട്ട് കിട്ടും. ഓക്കെ, അതിന് വേറെ വിഷമിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ നോളജും കൂടി ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ നമ്മുടെ നോളജ് രീതികൾ ഗെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ള ആരെ വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്യാം. ആ കാര്യം നോക്കുന്നവർക്കൊക്കെ നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതിനൊക്കെ ഫേവറാണ്. വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ശ്രമിക്കാം.
പക്ഷെ കാലതാമസം ഉണ്ടാവും, പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് വാങ്ങിയാൽ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ കടങ്ങളൊക്കെ എടുക്കേണ്ട അവസ്ഥ വരാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വാങ്ങാനൊക്കെ സാധിക്കും കേട്ടോ. വിഷമിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. അടുത്ത മീനൻ രാശിയാണ്. നമ്മുടെ രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായ മീനൻ രാശി. ഓക്കെ, മീനരാശി എന്ന് പറഞ്ഞാൽ പൂരുട്ടാതി കാല് ഉത്തിരുട്ടാതി രേവതി അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയാം. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ മാർച്ച് 29 2025 ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങോട്ടാ? കുംഭരാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക്, ജന്മത്തില്. അതുപോലെ തന്നെ വ്യാരം മെയ് 14 രാശി മാറി ഇടവത്തിൽ നിന്ന് മിഥുനത്തിൽ, അതായത് 4ാം ഭാവത്തില്. അതുപോലെ രാഹു മെയ് 18 രാഹുകേതുക്കൾ ഛായഗ്രഹങ്ങള് മെയ് 18 എന്ത് ചെയ്യുന്നുണ്ടാ? മീൻ രാശിയിൽ നിന്ന രാഹു കുംഭരാശിയിലേക്ക്, കന്നി രാശിയിൽ നിന്ന കേതു ചിങ്ങ രാശിയിലേക്ക് രാശി മാറി. അതായത് 12 രാഹു 6 കേതു നിൽക്കുന്ന സമയമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം എങ്ങനെയുണ്ടാവും? ഈ ഒരു ടൈം മീനരാശിക്കാരെ സാധനം പറയുമ്പോൾ പൂർണ്ണമായിട്ട് എല്ലാ ഏജിനും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. നിങ്ങൾ കുറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇതായിട്ടാണ്, അല്ലാതെ സെപ്പറേറ്റ് തിരിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കീ പോയിന്റ്സുകളുണ്ട്. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ശനി എന്ന് പറയുന്നത് നമുക്ക് ജന്മത്തിലാണ് നിൽക്കാം. സോ ജന്മത്തിൽ നിന്നുകൊണ്ട് ശനി നമുക്ക് ടെൻഷൻസ്, സ്ട്രെസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈ പ്രഷർ, ഒരു ഹീറ്റ്, ഇതൊക്കെ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ ഹീറ്റ്, അതുപോലെ 12 നിന്ന് രാഹു നമുക്ക് ചെലവുകൾ തരിക, ഇതൊക്കെ തന്നാലും നമ്മൾ എന്ത് ചെയ്യാം? വീരാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ വീരാൻ തുടങ്ങുമ്പോൾ വ്യാരം നാളെ നിന്നോണ്ട ഇങ്ങനെ താങ്ങും. നമ്മളിങ്ങനെ വീരാൻ വീഴാൻ തുടങ്ങും. ഇതുവരെ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ വീരാൻ തുടങ്ങുന്ന സമയത്ത് വ്യാരം നാളി വന്ന് നമ്മളെന്തോ സപ്പോർട്ട് ചെയ്യും. നമ്മൾ വീരാതെ നോക്കും. കാരണം അടി പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരിട്ട് വരാൻ ഭയങ്കര പാടാണ്. പക്ഷെ ആ വീരാതെ നോക്കുന്ന ഒരു സപ്പോർട്ട്, അത് ഭയങ്കര അല്ലെ. ഒന്നുമില്ലാത്തതും കഴിഞ്ഞും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതാണ് ഈ സപ്പോർട്ടാണ്. നമ്മൾ വീരാൻ പോയപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും നോക്കിക്കാണാം. നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് നോക്കിയറിയാം. നമ്മൾ പയ്യെ നമ്മൾ വീരാൻ പോവാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് താങ്ങി പിടിച്ച, അല്ലെ പെട്ടെന്ന് ഒരാൾ വന്ന് താങ്ങിയ നമുക്ക് ഒരു ആശ്വാസം അല്ലെ. ആ വീണ ചിലപ്പോൾ നിലത്ത് പോയി തല ഇടിച്ച, ചിലപ്പോൾ പുറത്ത് കല്ല് കിടപ്പുണ്ടാവും, ചിലപ്പോൾ ടൈലിലേക്കായിരിക്കാം, ചിലപ്പോൾ പുറത്തൊരു മൂലയിലോട്ടായിരിക്കും പോയി ഇരിക്കാൻ പോണേ. എങ്ങോട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ വേച്ച് വീരാൻ പോകണം, അല്ലെ പെട്ടെന്ന് നമുക്കൊരു അടി കെട്ടി വീരാൻ പോകണം. പെട്ടെന്ന് ഒരാളങ്ങ് താങ്ങുമ്പോൾ നമുക്കൊരു ഇരട്ടി ആശ്വാസം നമുക്ക് കിട്ടും അല്ലെ. സോ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഷേഴ്സ്, ടെൻഷൻസ്, നല്ല ഇതിൽ തലവേദന വരെ നമ്മൾ എടുപ്പിക്കും. ഓക്കെ, തലവേദന വരെ എടുപ്പിക്കും. ബട്ട് നമ്മൾ വീരാതെ നോക്കും. നമ്മളെ വന്ന് വീരാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ജോലി മാറണം, സ്ഥലം മാറണം, വീട് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സാധിക്കുമോ? സാധിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ സാധിക്കും. ജോലി മാറണോ? മാറാം. സ്ഥലം മാറണോ? മാറാം. പഠിക്കുന്ന വിഷയം മാറണോ? മാറാം. പക്ഷെ ഇത് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കേണ്ടി വരും. ഓക്കെ, സോ മാറണം എന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, ചെയ്യുന്നതിനും കുഴപ്പമില്ല, സാധിക്കും. ബട്ട് അത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ നോളജ്, വേറൊരാളുടെ അഡ്വൈസ്, നിങ്ങൾ മാറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവുമല്ലോ. സോ അവരോട് ചോദ്യം ചോദിക്കുക. ജോലി മാറാൻ പോവുമെങ്കിൽ മാറി കയറാൻ പോകുന്ന സ്ഥാപനം നല്ലതാണോ ചീത്തയാണോ ഒന്ന് അന്വേഷിക്കുക. അവിടെയുള്ള ജോലിക്കാരെ എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇത്ര വർഷത്തേക്കുള്ള ജോലിയുള്ള അവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ട്, അതൊക്കെ ഒന്ന് അന്വേഷിച്ചൊക്കെ ജോലി മാറാൻ നോക്കുക. സ്ഥലം മാറുമ്പോഴായാലും അവിടുത്തെ എങ്ങനെയുണ്ട്, നമുക്ക് നല്ല വെള്ളമാണോ കിട്ടുന്ന, അവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട്, നമുക്ക് പറ്റുന്ന സറൗണ്ടിങ് ആണോ ഒക്കെ നോക്കി അന്വേഷിച്ച് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ച് മാറാം. വെച്ചാൽ ഇവിടെ എടുത്ത് പിടിച്ചെന്ന് പറഞ്ഞ രീതി പോകല്ല. അപ്പൊ ഈ സ്ലോ ആയിട്ട് ഒരു സ്ലോ മൂവ്മെന്റ് ആണെങ്കിൽ മീനരാശിക്കാർക്ക് വലിയ പ്രശ്നമില്ല. സമാധാനത്തോടെ മൂവ്മെന്റ് ചെയ്യണം. ഓക്കെ, നീങ്ങണം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്താണ്? കടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഓൺ സ്പോട്ടിൽ പൈസ എടുക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ എടുക്കേണ്ട വരും. ഓക്കെ, നമ്മുടെ ആവശ്യം കുറച്ച് വലുതാണെങ്കിൽ അനുസരിച്ച് കടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം കയ്യിൽ അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ കടങ്ങൾ എടുക്കേണ്ടി വരും. നോർമൽ കേസാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ 10,000-ന്റെ 20,000, ചിലപ്പോൾ 1 ലക്ഷത്തിന്റെ ആവശ്യമായിരിക്കാം. സോ 1000 രൂപ കൈ വെച്ചുകൊണ്ട് 1 ലക്ഷത്തിന്റെ ആവശ്യം ആയിരിക്കുമ്പോൾ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മേടിക്കാൻ പറ്റും ചോദിച്ചാൽ മേടിക്കാൻ പറ്റും. ലോണുകൾ കടങ്ങളെടുത്ത് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ പോകുന്ന മുമ്പ് അത് അത്ര ആവശ്യമാണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം എടുക്കുക. കാരണം മാക്സിമം കടം കുറച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര നല്ല സമയം പറഞ്ഞാലും കടം ചുമ്മാ വാങ്ങി കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. സോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അത്രയും കൂടി നല്ലതല്ല കടങ്ങൾ അങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്. സോ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും, ആവശ്യങ്ങൾ അത്ര ആവശ്യമാണെന്ന് ഉറപ്പുവരുത്തി മാത്രം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം. വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അത് ചെയ്യാവുന്ന സമയമാണ്. പക്ഷെ ശ്രദ്ധിച്ചു മാത്രം കഴിക്കാം. എല്ലാം ആലോചിച്ച പങ്കാളിയെ കുറിച്ച് തന്നെ ആലോചിച്ച് തന്നെ വിവാഹം കഴിക്കുന്നതിന് ഉത്തമമാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിൽ നോക്കി ചെറിയ പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വലിയ സീരിയസ് ആക്കി എടുക്കണ്ട. കാരണം അത് ഒത്തിരി സീരിയസ് ആക്കി അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറാൻ സാധ്യതയുണ്ട്. സോ അത് വലിയ സീരിയസ് ആക്കി എടുക്കണ്ട. യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മീനരാശിക്കാർ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ലോ മൂവ്മെന്റ് ആണ്. പേഷ്യൻസ് ആയിട്ട് പോവാൻ, സമാധാനത്തോടെ മുന്നോട്ട് പോവാമെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കടത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഇതോടത്ത് ദുഃഖിക്കണോ, സങ്കടപ്പെടണോ, ടെൻഷൻ അടിക്കണോ ഒന്നും വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കുക ഈശ്വര പ്രാർത്ഥനയോടെ. എന്ന് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. നമുക്കൊരു അനുകൂലമായ എഫക്റ്റ് കിട്ടും നമുക്ക് ഓൾറെഡി. ഓക്കെ, നമുക്കൊരു സമാധാനം കിട്ടും. ഓക്കെ, പറഞ്ഞല്ലോ നമുക്ക് വീരുമ്പോൾ ഒരു സപ്പോർട്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ പല ആപത്തിൽ ചാടാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മീനരാശിക്കാരെ. ഓക്കെ, പക്ഷെ വ്യാരം നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ വീരാതെ നമ്മളെ നോക്കാൻ. എന്നാൽ നാളെ തൊട്ട് ഞാൻ എന്തിനും ഇറങ്ങിയേക്കാം, വീരാതെ നോക്കൂലോ എന്ന് അടുത്തെടുത്തിയാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ലോജിക്ക് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെ ജാഗ്രതയോടെ വേണം നീങ്ങാൻ. ഓക്കെ, അല്ല ഇങ്ങനെ സപ്പോർട്ടിനുണ്ടാവും അപ്പൊ ഞാൻ പോയി വീണേക്കാം, അങ്ങനെയല്ല. നാളെ പോയി ഒരിടത്ത് വീഴാൻ ചുമ്മാ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീഴാൻ പോയി കഴിഞ്ഞാൽ അവിടെ വീണ് കിടക്കുകയുള്ളൂ. ഇവിടെ ഏറ്റുപോകാൻ പറ്റുന്നില്ല. സോ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയും അറിയാതെ തെറ്റ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ട് സോറി പറയുന്നതും അറിയാതൊരു തെറ്റ് പറ്റി സോറി പറയുന്ന തമ്മിൽ വ്യത്യാസമില്ലേ. ചിലപ്പോൾ അവർക്കത് അറിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളില്. സോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും താരം കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താരം കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെയും വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രത്നക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാനുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പൊ ദശ ഏതാണ്, നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് ഇൻഫോർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് പരിഹരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക.
ഇപ്പൊ അത് മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സും ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രെഡിക്ഷൻ ആയാലും ഒരു ട്രാൻസിറ്റ് പ്രെഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ, മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രെഡിക്ഷൻസ് എഴുതി ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയണേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയണേ. കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.